രണ്ടാം പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കും. Let's move on to 2 Kings chapter 13 verse 14. Now Elisha was fallen sick of his sickness, whereof he died, and Joash the king of Israel came down unto him, and wept over his face, and said, O my father, the chariot of Israel, and the horsemen thereof. ആ കാലത്ത് എലീശ മരണഹേതുകമായ രോഗം പിടിച്ചു കിടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാസ് അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുഖത്തിന്മീതെ കുനിഞ്ഞു കരഞ്ഞു, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളോവേ എന്ന് പറഞ്ഞു. വയോവൃദ്ധനായ എലീശ പ്രവാചകൻ മരണക്കടക്കയിലായിരിക്കുന്നതായ വേളയിൽ ഇസ്രായേൽ രാജാവായ ബേശ സന്ദർശിച്ച് പറയുന്നൊരു വാചകമാണെന്ന് ഈ വാക്യത്തിൽ വായിച്ചു കേട്ടത്. It is in this passage we are able to read the statement that made by the king when this prophet Elisha, he became old and he was in the sick bed. സ്നേഹവും ബഹുമാനമുള്ളവരെ, പല വിധത്തിൽ സംബോധന ചെയ്യുന്നവരിലും വളരെ വിശേഷിക്കപ്പെട്ടതായ നിലയിലാണ് ഈ രാജാവ് ഈ പ്രവാചകനെ സംബോധന ചെയ്തിരിക്കുന്നത്. Even though the beloved one's son saluted and addressed by using different epithets, it is in this passage this king makes a different kind of address. എന്റെ പിതാവേ എന്ന് വിളിക്കുന്നു. He calls to him, my father, oh my father. അടുത്തതായി ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്നും കൂടെ വിളിക്കുകയാണ്. He adds the chariot of Israel and the horsemen thereof. തേരും തേരാളിയും ഒരാൾ തന്നെ ആയിരിക്കുക എന്ന നിലയിലുള്ള ഈ പ്രയോഗം ഈ പ്രവാചകൻ ദൈവത്തിന് ജനത്തിന് എല്ലാറ്റിനും എല്ലാമാകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. This terminology, the chariot and the charioteer, all the same person, which speaks that he was all in all to the people of Israel. അതെ, ബാല്യം യവനം വാർദ്ധക്യത്തിനും വഴിമാറുമ്പോൾ നമുക്കും ഇത്തരത്തിലുള്ള ഒരു നിലയിൽ എത്തിച്ചേരുവാൻ കഴിയുമെന്ന വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. The adolescence paves way for the youthhood, and youthhood in turn paves way for the old age. It is this passage gives us a note of caution. We may have to also pass through such a passage. വാർദ്ധക്യകാലം എന്നത് നിരാശയിലും ദുഃഖത്തിലും അസംതൃപ്തിയിലും പിറുപിറുപ്പിലും കഴിച്ചു കൂട്ടേണ്ട ഒരു കാലഘട്ടമല്ല. Old age is not a season in which one should spend the life in total muttering, total murmuring, anguish, frustration and complaining. ഈ ലോകത്തിൽ നിന്ന് എപ്പോൾ ഞാൻ വേർപെടും എന്ന് നെടുറുപ്പിട്ടേണ്ട കഴിയേണ്ടത് കാലമോ, അങ്ങനെയുള്ളവർ എപ്പോഴാണ് കടന്നു പോകുന്നതെന്ന് മറ്റുള്ളവര് ശപിക്കുകയോ പരാകുകയോ ചെയ്യേണ്ടതായ നിലയിൽ ആയിരിക്കേണ്ട ഒരു പ്രായമല്ല വാർദ്ധക്യം. Again, this period is not a period that one should spend the days in total sigh as to when will I pass away, and not others look at this person make volleys of curses as to the very nature. ഒരു മക്കൾ മാതാപിതാക്കന്മാരെ കുറിച്ചാകട്ടെ, ഒരു സഹവിശ്വാസികൾ തങ്ങളുടെ മുതിർന്ന വിശ്വാസികൾക്കൊണ്ടാകട്ടെ, വിശ്വാസികൾ ശുശ്രൂഷയെ കുറിച്ചാകട്ടെ, അവർ എല്ലാറ്റിനെല്ലാമാണെന്ന് പറയണമെങ്കിൽ അതിനേറ്റവും ഒരു നിലവാരത്തിലേക്ക് നാം വളർന്നെത്തേണ്ടിയിരിക്കുന്നു. Whether children with regard to the parents, the believers with regard to fellow believers who are senior in age, and the believers with regard to workers, if they ought to say concerning some people, they are all in all, we have to come to such a standard. തേരും തേരാളിയുമായുള്ളവേ, എല്ലാവരും എല്ലാമായുള്ളവേ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ നാം എങ്ങനെയായിത്തീരണമെന്ന് തിരുവെഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. You not to be addressed the chariot and the chariots, all in all, in which standard one has to reach is mentioned by the word of God. അതിലൊന്നാണ് ശരീരം വാർദ്ധക്യം ചെന്നാലും ആത്മാവിൽ യുവത്വം സൂക്ഷിക്കണം എന്നത്. Or which one angle is that even though the physic attains old age, in the spiritual life you have to maintain your still vitality. നമ്മുടെ ആരാധന കൊണ്ടും ദൈവിക ബന്ധം കൊണ്ടും വിശ്വാസത്തിലും നമുക്ക് ദൈവശക്തിയിലും നമുക്ക് യൗവനത്വം ആത്മാവിൽ കാത്തു സൂക്ഷിക്കുവാൻ കഴിയും. By means of worship, by means of fellowship with the Lord, we will be able to preserve the spiritual life in total vigor and youthhood. കൂടാതെ നമ്മുടെ കടമകൾ നാം നിറവേറ്റുന്നവരായിരിക്കണമെന്ന് കാണാൻ കഴിയുന്നു. Further, we understand we must be the band of people who are executing our responsibilities. ഒരു കുടുംബത്തിൽ എങ്കിൽ അങ്ങനെ, സഭയിലെങ്കിൽ അങ്ങനെ, ശുശ്രൂഷാരംഗങ്ങളിൽ നാം ചെയ്യേണ്ടതായ കടമകൾ നിറവേറ്റുമ്പോൾ മറ്റുള്ളവരാൾ അതെ ഇത് ഇന്ന വ്യക്തി എനിക്ക് എല്ലാവരും എല്ലാമാണെന്ന് പറയുവാൻ ഇടവരും. What might be the field, whether in the domestic life or the life in the church or in the field of evangelization, when a person fulfills his responsibilities and others will look unto him and address him as the chariot. അടുത്തത് നാം അടുത്ത തലമുറയ്ക്ക് പിൻതലമുറയ്ക്ക് ഒരു മാതൃകയായിരിക്കണം എന്നതാണ്. In furtherance,
We must set a good example for the forthcoming generation. ഒരു പിതാവ് എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും മക്കളും. As the father is, so will be the children. പുത്രന്മാർ പിതാക്കന്മാർക്ക് പകരം ഇരിക്കുമെന്ന് 45-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ വായിക്കും. The 17th verse of 45 we read, the children shall be in the place of the parents, fathers. അപ്പോൾ ഒരു മാതൃകയായിരുന്നെങ്കിൽ മാത്രമേ അടുത്തൊരു തലമുറ പിതാക്കന്മാരെ നോക്കി അവർ എനിക്ക് എല്ലാറ്റിനും എല്ലാമാകുന്നു എന്ന് സാക്ഷ്യം കൊടുക്കുകയുള്ളൂ. If for example only, the forthcoming generation will look at you and they will say, and he was my father, or he was all in all to me. അടുത്തതായി നാം ചിന്തിക്കേണ്ടത് പിതാവായിരിക്കണം എന്നതാണ്. Further, what we have to analyze is, one must become the father. എലീശാ പ്രവാചകനെ വന്നു കണ്ടിട്ട് രാജാവ് വിളിക്കുന്നത് എന്താണ്? എന്റെ പിതാവേ, എന്റെ പിതാവേ എന്നാണ് വിളിക്കുന്നത്. The king comes down, and he visits the king, visits the prophet Elisha, and makes addressing, oh my father, my father. തല നരയ്ക്കുകയും വാർദ്ധക്യം ബാധിക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി അതൊരു വ്യക്തി തന്നെത്താനോ അല്ലെങ്കിൽ കുടുംബമോ അതൊരു ശാപമായിട്ടോ ഭാരമായിട്ടോ അല്ല കണക്കിടേണ്ടത്. When a person reaches old age, when a person attains old age, he himself or the family members should not consider him as a heaviness or a curse to the family. വാർദ്ധക്യം എന്നത് ഒരു അനുഗ്രഹമാണ്. Old age is indeed a blessing. വാർദ്ധക്യം ചെന്നവര് ഭവനത്തിലുണ്ടെങ്കിൽ അത് ഭവനത്തിന് അലങ്കാരമാണ്. സഭയിലുണ്ടെങ്കിൽ സഭയ്ക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. If aged people are in the home, it's a blessing to the family. If such members are in the congregation, that's a blessing to the church. ഏലിയുടെ ഭവനത്തെക്കുറിച്ച് 1 ശമൂവേൽ 2:32 ദൈവം എന്താണ് പറയുന്നത്? In 1 Samuel chapter 2 verse 32, with regard to the home of Eli, what does the prophet say? ദൈവേഷ്ടം ചെയ്യാത്ത ആ മനുഷ്യന്റെ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ നിന്റെ കുടുംബത്തിൽ ഒരു വൃദ്ധൻ ഉണ്ടാകുകയില്ല എന്ന ശാപം പറയുകയാണ്. With regard to the family that is not doing the will of God, he says that an old man will not be in a family who pleases the Lord. കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വൃദ്ധൻ ഉണ്ടെന്ന് വെച്ചാൽ അതൊരു അനുഗ്രഹമാണ് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകേണ്ടത്. From that what is evident is that if there is an aged man and old man in that family, he will become a source of blessing to that family. അതേ പ്രായമുള്ളവർ വൃദ്ധര് കുടുംബങ്ങൾക്കും സഭയ്ക്കും ഒരു അനുഗ്രഹം തന്നെയാണ്. The senior people, aged people are really indeed vessels of blessing to the families and the whole church. നര ഒരു ഭൂഷണമാണെന്നാണ് സദൃശ്യവാക്യത്തിൽ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്. Solomon says that really whole hand, that is really a blessing. സദൃശ്യവാക്യങ്ങൾ 20:29 Proverbs chapter 20 verse 29. യൗവനക്കാർക്ക് അവരുടെ ശക്തി പ്രശംസ. For the youngsters, their strength is the spirit of proud. എന്നാൽ വൃദ്ധന്മാർക്ക് നര ഭൂഷണമാണെന്നാണ്. But it is for the older people, the grey hair, that is their beauty. തലമുടി നരയ്ക്കുന്നത് ഒരു ഭൂഷണമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. We read that the beauty of old men in the grey head. ഇത് അകാല നരയെ കുറിച്ചല്ല, വാർദ്ധക്യം ചെന്നുള്ള നരയെ കുറിച്ചാണ്. This is not the premature grayness that speaks about the old age grayness. ചിലർക്ക് മുടി നരയ്ക്കുന്നത് ഒരു ഭൂഷണമായിട്ട് തോന്നുന്നില്ല, അതൊരു ലജ്ജയായിട്ടാണ് തോന്നുന്നത്. Some people do not consider attaining the grey hair as the beauty, instead they consider it as a shame. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് തേച്ച് അതൊന്ന് കറുപ്പിച്ച് നടക്കണമെന്നാണ് പലരുടെയും താല്പര്യം. Therefore some people want to apply something, smear something and blacken their hair. ഒരു പക്ഷേ ചെറുപ്പക്കാരങ്ങനെ ചെയ്ത് നടന്നാലും അതൊരു ഭംഗികേടായി തോന്നുകയില്ല. മക്കളും ചെറുമക്കളുമായി വയസ്സ് 60-65 ആയ ശേഷം ഇങ്ങനെ നടക്കുന്നത് അത് വലിയ ഒരു പരിഹാസ്യം തന്നെയാണ്. Suppose the youngsters do that one to a certain extent, that is pardonable, that is forgivable. But older people who have become fathers and even grandparents, and after crossing 60 and 65, they do this, really, that is an act of shame. ദൈവമക്കൾ തലമുടി ഡൈ ചെയ്യുന്നത് അത് ആവശ്യമില്ലാത്തതാണെന്നും തെറ്റില്ലാത്തതാണെന്നും പല അഭിപ്രായങ്ങളാണ് മനുഷ്യർക്കുള്ളത്. And people who got different opinions, then even the people of God who dye their hair, and that is not at all a serious crime. അത് പാടില്ല എന്ന് പറയുന്നവരും ഉണ്ട്. There are people who say that must not be allowed. അടുത്ത കാലത്ത് ഒരാൾ ഒരു ന്യായം പറഞ്ഞു. Recently a person extended a justification. അപ്പോസ്തലനായ പൗലോസ് ദിവസേന ഡൈ ചെയ്തെന്നാണ്. Apostle Paul used to dye every day. ഞാൻ ചരിത്രം വായിച്ചത് അദ്ദേഹം ഒരു 4-5 അടി കുറഞ്ഞ ഉയരമുള്ള ഒരു ചെറിയ മനുഷ്യനായിരുന്നു. ഒരു മുടിയെല്ലാം പൊഴിഞ്ഞ ഒരു കഷണ്ടിക്കാരനായിരുന്നു എന്നാണ്, മുടി കുറവായിരുന്നു എന്നാണ്. In history I read that and he was a short fellow below 5 feet, and he was a bald-headed man. ഒരാൾ വാദിച്ചത് അദ്ദേഹം ഡെയിലി ഡൈ ചെയ്തെന്നാണ്. One person argued that every day he used to dye his hair. അതിനൊരു വാക്യവും ചൂണ്ടിക്കാണിച്ചു.
And he has highlighted a word in order to substantiate his argument. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 31-ാം വാക്യം ഇംഗ്ലീഷിൽ മാത്രം വായിച്ച്. 1 Corinthians chapter 15 verse 31, read in English alone. I protest by your rejoicing which I have in Christ Jesus our Lord, I die daily. I die daily. സ്പെല്ലിംഗ് മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞത് ശരിയാ, ഉച്ചാരണം ശരിയാ. So the pronunciation is the same, but the spelling differs. അപ്പോൾ തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് കാണിക്കുവാൻ ബൈബിളിൽ നിന്ന് അവിടെ ഇവിടുന്ന് ഒക്കെ എന്തെങ്കിലും ഒഴിവാക്കി എടുക്കുന്നവരൊന്നും ഇല്ലാതില്ല. In order to substantiate their justification claim, the people take pieces, fragments from the scripture. അതെ, തല നരയ്ക്കുന്നത് അപമാനമായി കരുതേണ്ട എന്ന് ചുരുക്കം. So becoming gray hair, do not consider that as a means of dishonor. വൃദ്ധന്മാർക്ക് അതേ നര ഒരു ഭൂഷണമാണ്. For the older people, this gray hair is a beauty. അഥവാ അവരതൊരു പിതാക്കന്മാരായി തീർന്നു എന്നുള്ളതിന്റെ ഒരു ബാഹ്യമായ അടയാളമാണ്. In other words, that's a manifestation that they have become parents. ഞാൻ പ്രായമുള്ള വ്യക്തിയായി പിതാവായി എന്നുള്ളതിനെ കുറിച്ച് ഒരു അഭിമാനമാണ് ഒരാൾക്ക് തോന്നേണ്ടത്. The person should feel proud on the ground that I have become old and I have become a father. അങ്ങനെ ഞാനൊരു പിതാവായി തീർന്നെന്ന് അഭിമാനപൂർവ്വമായി ജീവിക്കുമെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കുവാനും കഴിയും. If you're able to lead that kind of life, you will become a source of blessing and a vessel of honor to others. അതെ, ചെറിയ കുട്ടികളും വളരെ വയസ്സ് ചെന്നവരും ഒരുപോലെയാണ്. And the small children and the older people, to a certain extent, of the same nature. ശിശുക്കൾക്കുള്ള വാശിയും ആ കാര്യങ്ങളും അസംതൃപ്തിയും പിണക്കവും എല്ലാം പ്രായമാകുമ്പോഴും ഉണ്ടാവും. With the stubbornness, the adamant nature of the small children, and they will just hover around the people as they reach their old age. എന്നാൽ അത്തരത്തിലുള്ള ചാബല്യങ്ങളിലേക്ക് പോയാൽ അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമെന്ന് തോന്നുകയില്ല. But if we go to such weaknesses, that do not seem to be a blessing to others. അതിന് പകരം വാർദ്ധക്യത്തിൽ നാം സംതൃപ്തിയുള്ളവരായി തീരണം. Instead, in our old age, we must be contented. ഒരുപക്ഷെ യൗവനത്തിൽ നല്ല കാലത്തിൽ പല കാര്യങ്ങൾ അനുഭവിക്കുവാൻ അവസരം കിട്ടി. ഇനി പ്രായത്തിൽ നല്ല കാലത്ത് അനുഭവിച്ചെല്ലാം മതി എന്ന് വെക്കാൻ ഹൃദയമുണ്ടാകണം. Perhaps during the prime of your life, you got plenty of opportunities to enjoy everything, but now you have reached the old age, and therefore you must be satisfied with the past. ഒരുപക്ഷെ യൗവനത്തിൽ ചില കാര്യങ്ങൾ ആശിച്ചതെല്ലാം നടന്നില്ലായിരിക്കാം. എങ്കിലും വാർദ്ധക്യത്തിൽ അത് സംബന്ധിച്ച് അസംതൃപ്തിയും വാശിയുമല്ല പ്രകടിപ്പിക്കേണ്ടത്. Sometimes during the prime of your life, you might not have heard opportunities to experience, enjoy the desires of a mind. Therefore, as you reach old age, do not be belligerent, do not be adamant, do not execute all these things. ചിലർക്ക് പ്രായമാകണമെന്നില്ല, യൗവനത്തിൽ തന്നെയും എല്ലാ അതൃപ്തിയാണ്. ഒന്നും അവർക്ക് പിടിക്കത്തില്ല, എല്ലാം അതൃപ്തിയാണ്. Irrespective of the old age, some people, even the very young age itself, they are dissatisfied with everything. ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മയിലും ഉള്ള അവസ്ഥയിൽ തൃപ്തരായിരിക്കാനുള്ള ഒരു സഹിഷ്ണുതയും പക്വതയും നേടിയെടുക്കേണ്ടത് എല്ലാ പ്രായത്തിലുള്ളവരുടെയും ആവശ്യമാണ്. If you belong to different age groups, it is our need. They have to win over a fortitude, a patience, and a maturity to get satisfied in all circumstances and stages of life. ലഭിക്കുന്ന ഭക്ഷണം കൊണ്ട്, the food that is available, ലഭിക്കുന്നതായ ശുശ്രൂഷ കൊണ്ട്, the ministry, the attention that's given, ഇതിലെല്ലാം ചേർന്ന് മറ്റുള്ളവർ തികച്ചതായ നന്മകളോട് ചേർന്ന് അഡ്ജസ്റ്റഡ് ആയിട്ട് പോകാൻ പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹമായിട്ട് മാറും. So with all these things, we have to tame ourselves to get adjusted with the existing circumstances. Then we will become a blessing to others. പത്രോസിനെ കർത്താവ് ആ കാര്യം ഓർപ്പിക്കുന്നുണ്ട്. The Lord remains the same to Peter. യോഹന്നാൻ 21:16 കർത്താവ് ശിമോനോട് എന്ത് പറയുന്നു? And John chapter 21 the 16th verse, what does the Lord say to Simon? യൗവനത്തിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി നീ ഇഷ്ടമുള്ളതാ വഴി നടന്നു, വയസ്സനായി കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം വേറെയായി മാറും. In a young age, you walked according to a design and you do according to a will. But as you reach old age, everything is different. നീ കൈ നീട്ടും, മറ്റൊരാൾ നിന്നെ വസ്ത്രം ധരിപ്പിക്കും, വേറൊരാൾ നിന്നെ കൈപിടിക്കും, നിനക്ക് ഇഷ്ടമില്ലാത്തോടത്തോട്ട് നിന്നെ കൊണ്ടുപോകും. You will stretch out your arm, someone else shall hold your hand. You will stretch out your arm, someone shall array you, and you will be taken to the way that is not delightful to you. അപ്പോൾ യൗവനത്തിൽ ഇഷ്ടമുള്ളിടത്തെല്ലാം പോയി ആ അവസ്ഥ വാർദ്ധക്യത്തിൽ നടക്കുകയില്ല, ഇഷ്ടമില്ലാത്തോടത്തോട്ടും പോകേണ്ടതായിട്ട് വരും. During the younger days, you walked into the ways according to your fantasy. But as you reach the old age, you may have to pass through the way that is not delightful to you. യൗവനത്തിൽ നീ തന്നെ വസ്ത്രം ധരിച്ചു, നീ ഇഷ്ടപ്രകാരം ധരിച്ചു, വാർദ്ധക്യത്തിൽ നിന്നെ മറ്റുള്ളവരെ ധരിപ്പിക്കും. അതിന് നീ തൃപ്തനാകാൻ പഠിക്കണം. In the younger days, you put on the garment according to a design. You satisfied with the garments, but as you reach the old age, others will attempt to put on you dress, but you must be submissive to the same. അങ്ങനെ തങ്ങൾക്ക് ഉള്ളത് കൊണ്ടും തങ്ങൾ ഉള്ളവരെ കൊണ്ടും
തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം എപ്പോഴും മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹവും ആശ്വാസവുമായിരിക്കും. They feel their own belongings and they don't need wants. They will always be satisfied with. That's the experience of old age. ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകില്ല. മനുഷ്യൻ ചെറുപ്രായം മുതലേ ശീലിക്കേണ്ട കാര്യമാണ് ഉള്ള അവസ്ഥയിൽ തൃപ്തരായിരിക്കുക എന്നത്. This cannot be developed overnight. It is at the very younger days itself we have to train ourselves to be satisfied with what is available. വാർദ്ധക്യം അനുഗ്രഹമായി തീരണമെങ്കിൽ അതേ ജീവിത മൂല്യങ്ങളെ സൂക്ഷിക്കുവാൻ കഴിയണം. If old age is to be a source of inspiration and blessing, you have to try to preserve human values. നമ്മൾ എസ്രായുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടതായി നമ്മൾ വായിക്കും. Coming to the pages of Ezra, we understand the foundation for the temple was laid. 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവിടെ അടിസ്ഥാനം ഇട്ടപ്പോൾ ഉണ്ടായ അനുഭവത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. Chapter 4, the 12th verse speaks about the experiences prevalent when the foundation was laid. വായിക്കണം. Be it known unto the king that the Jews which came up from thee to us are come unto Jerusalem, building the rebellious and the bad city, and have set up the walls. 3:12. But many of the priests and Levites and chiefs of the fathers, who were ancient men that had seen the first house, when the foundation of this house was laid before their eyes, wept with a loud voice, and many shouted aloud for joy. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനമിട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. ഇവിടെ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ ഒരു ചിലർ സന്തോഷത്തോടെ ആർത്തു, മറ്റു ചിലരെ ഉറക്കെ കരഞ്ഞു. It is in this passage we read that when the foundation of the temple was laid, some people wept and some people shouted aloud because of joy. സന്തോഷിച്ചതാരാണ്? And what is the sort of people that rejoiced? യുവതലമുറ. Younger generation. കരഞ്ഞതാരാണ്? Who wept? അതെ, ആലയത്തിന്റെ ആ പഴയ അവസ്ഥ കണ്ടിട്ടുള്ള വയോധികന്മാർ. The ancient men who witnessed the former situation of the temple. അതായത് ചെറുപ്പക്കാർക്ക് ഇത് തന്നെയും ഒരു വലിയ നേട്ടമായിട്ടാണ് തോന്നുന്നത്. To the youngsters even this becomes a source of gain. പക്ഷേ വയോധികന്മാർ പറയുകയാണ് ഇത് ഏതുമില്ല, പണ്ടത്തെ ആലയം ഓർക്കുമ്പോൾ ഇത് ഏതുമില്ല എന്നവർ പറഞ്ഞ് അവർ ഓർത്ത് കരയുന്നു. The ancient men say that this is nothing compared to the previous temple and the glory, and thinking the same, they are weeping over. എന്റെ അഭിപ്രായത്തിൽ അവിടെയുള്ള യൗവനക്കാരുടെ സന്തോഷം വളരെ വേഗത്തിൽ ഒരു തങ്ങളെ തന്നെ ചിന്തിക്കുന്നതിന് ഇടയായിട്ടുണ്ട്. In my opinion, it is a joy experience to the young men that inspired them a thought. അങ്ങനെ വയോധികന്മാർ ഉണ്ടായിരുന്നില്ല എന്ന് വരികിൽ ആ ആലയത്തിന് അടിസ്ഥാനമിട്ടിട്ട് ആ യൗവനക്കാരെ തുള്ളി സന്തോഷിച്ച് നെഗളികളായി പോകുമായിരുന്നു. The chief ancient men were not there. After laying the foundation, the youngsters should have been leaping and they should have been rejoicing and become boastful. എന്നാൽ മുൻ ആലയത്തിന്റെ അവസ്ഥയെ കണ്ടിട്ടുള്ള വയോധികന്മാർ അയ്യോ അന്നത്തെ അനുഭവത്തോടോ ഇന്നത്തോട് താരതമ്യം ചെയ്താൽ ഏതുമില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അവരൊരു വീണ്ടും വിചാരമുണ്ടായി. The ancient men who witnessed the glory of the former temple, now they say that compared to the same, this is nothing that provoked a thought into the minds of the youngsters. വാർദ്ധക്യം ചെല്ലുന്നവർ ജീവിത മൂല്യങ്ങളെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ യുവതലമുറ നെകളിച്ച് വഴിവിട്ടു പോകാതിരിക്കുകയുള്ളൂ. The people who reach old age, they cling on to human values, then only the younger generation will not deviate from the correct way, otherwise they will become boastful. ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യകാല മൂല്യങ്ങളെ പ്രായമായവർ മനസ്സിൽ സൂക്ഷിക്കണം. The older people should preserve to heart the human values that have been existing right from the initial days. സഭയുടെയും വേലയുടെയും ആദ്യകാല അനുഭവങ്ങൾ അറിയാവുന്നവര് ആ മൂല്യങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് അത് കൈമാറുകയും ചെയ്യണം. The people who know the values, the laws of the church right from the early days, they have to preserve the same at their hearts and they have to hand over the same to the forthcoming generation. ആദ്യകാല മൂല്യങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് അടുത്തൊരു തലമുറയ്ക്ക് കൊടുക്കുമ്പോഴാണ് അവർ തങ്ങളുടെ ജീവിതത്തെ ചിന്തിച്ച് തങ്ങൾ ഏതുമില്ലല്ലോ, ഞങ്ങൾ മുൻ പിതാക്കന്മാരുടെ കാലത്തെ അനുഭവത്തിലായി തീരണമല്ലോ എന്ന് ചിന്തിക്കുകയുള്ളൂ. As they hold fast the human values in the traditional way, hand over the same to the younger generation. The younger generation will come to understand when we compare this to the past one, we are nothing, and they will rededicate themselves. നിങ്ങൾക്കറിയാം, സുവിശേഷ വേലക്കാരിൽ പുതിയ തലമുറയാണ് ഭൂരിഭാഗവും. You know that in the present gospelization, the new generation is the lion's share. സുവിശേഷ വേലക്കാർ യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ പഴയ ശുശ്രൂഷകര് അവരുടെ ആദ്യകാല അനുഭവം പറയുമ്പോൾ യുവതലമുറയായ ഞങ്ങൾക്ക് ഒരു വലിയ വീണ്ടും വിചാരം ഉണ്ടാകുകയാണ്. But when this gospel meeting is going on, people belong to older generation as they narrate their own experiences and past history.
that it becomes a source of inspiration that kindles up the fire in us for the younger generation. പഴയകാല വിശുദ്ധന്മാരുടെ ത്യാഗം, അവരുടെ കഷ്ടത, അവർ പോയതായ പാത, അവരെ ദൈവം നടത്തിയ വിധങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ജീവിതത്തെ ഒന്നുപോലെ ശോധന ചെയ്ത്, ദൈവമേ അവർ പോയ പാതയിൽ ഇന്ന് ഞങ്ങൾ പോകുന്നില്ലല്ലോ, ഒന്നും കർത്താവിന് വേണ്ടി സഹിക്കുന്നില്ലല്ലോ എന്ന് താഴ്ത്തുവാൻ സംഗതിയാകുന്നു. As we listen to the different experiences like the sense of sacrifice, the sense of consecration, the dedicatory mind and the path that they had plodded through, as we listen to, actually we are able to compare ourselves to the seven saying, "Oh Lord, and we are not able to pass through such a ways, and we are able to rededicate ourselves." അതുകൊണ്ട് വാർദ്ധക്യം ബാധിക്കുമ്പോൾ, നരബാധിക്കുമ്പോൾ, അതെ, ആരും അതിനെക്കുറിച്ച് ലജ്ജിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറുവാനായിട്ട് കഴിയും. Therefore, as a person attains gray hair, as a person reaches his old age, do not consider that as a process of shame. Instead, you have got a huge message, human value to be communicated to the forthcoming generation. പുതിയ തലമുറയുടെ, പുതിയ അകാലത്തെ സഭയുടെ കാവൽക്കാരായി നിൽക്കുവാൻ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. The Lord has appointed you to be the watchman for the new generation, for the youngsters. അതുകൊണ്ടാണ് വാർദ്ധക്യം ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയാൻ കാരണം. That's why I say that this old age is a source of blessing. വാർദ്ധക്യം ബാധിക്കുമ്പോൾ ഞാനൊരു പിതാവായി എന്നുള്ളതായ അഭിമാനവും സന്തോഷവും കടമകളെ കുറിച്ചുള്ളതായ ചുമതലാബോധമാണ് ഉണ്ടാകേണ്ടത്. Further, as you reach old age, you must have the joy that you have become a father, you have attained maturity, and you must be sober concerning the obligations that you have to accomplish. വയോധികൻ എന്നത് അത്ര അപമാനകരമായ ഒരു വാക്കും ഒരു സ്ഥാനവുമല്ല. Old age is not a dishonorable term and a usage. നമ്മൾ ദൈവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ, When we read of God, ദാനിയേൽ 7:9 വാക്യത്തിൽ, coming to Daniel chapter 7, the അവിടെ 9th verse, സിംഹാസനത്തിൽ വയോധികനായ ഒരുവൻ ഇരുന്നു എന്ന് നാം വായിക്കുന്നു. we read that there was an old one on the throne. അവന്റെ തലമുടി നിർമ്മലമായ പഞ്ഞു പോലെ ആയിരുന്നു എന്നാണ്. We are able to read that his hair was like unto wool. അപ്പോൾ പിതാവായ ദൈവത്തെയും ഒരു വയോധികനായിട്ടാണ് ബൈബിള് The ചിത്രീകരിച്ചിരിക്കുന്നത്. Bible portrays Father God as an old personality. ഇനി കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയാൽ, When we observe Lord Jesus Christ, വെളിപ്പാട് 1:14 വാക്യത്തിൽ, coming to Revelation chapter 1 verse 14, യോഹന്നാൻ ക്രിസ്തുവിനെ കാണുമ്പോൾ അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ആയിരുന്നുവെന്നാണ്. when this John beholds Christ, and that was so white as white wool. അപ്പോൾ വയോധികൻ എന്നുള്ളതായ പേര് പിതാവായ ദൈവത്തിന് കർത്താവായ യേശു ക്രിസ്തുവിനും കൊടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതെത്ര ആദരിക്കപ്പെടേണ്ടതായ ഒരു പ്രായവും കാലഘട്ടവുമാണെന്ന് നോക്കുക. For aged, the term that is attributed to Father God and Son Christ, if that being so, really that is a source of welcoming note. മാത്രമല്ല, വാർദ്ധക്യമെന്നത് ദൈവത്തെ പോലെ ഒരവസ്ഥയിലേക്ക് ആകാവുന്ന ഒരു കാലഘട്ടമാണ്. Again, aged experience a situation in which one can come and do like the Lord. സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നാം വിശേഷിക്കപ്പെട്ടവരായിരുന്നാൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അടുത്ത തലമുറയ്ക്ക് അവർ ദൈവതുല്യരായിരിക്കും. By means of a character and our activities, if you are like unto the Lord, as we reach our old age, and we are like unto gods to the next generation. അതെ, ഏലിയാമിനെ കുറിച്ച് എലീശ പറഞ്ഞത്, അതെ, അവൻ ഒരു പിതൃതുല്യനായ നില, ദൈവത്തിന് തുല്യം എന്ന സ്ഥാനത്താണ്. With regard to this Elijah, Elisha said that he was like his father. അതുപോലെ തന്നെയാണ് ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ കാണുന്നത്. The same is, we are able to read of this disciples of Christ. യോവാശ് രാജാവ്, അതെ, പ്രവാചകനെ കുറിച്ചും ആ ബഹുമാനപൂർവമായ വാക്കാണ് ഉപയോഗിക്കുന്നത്. And that kind of honorable term is used by the king with regard to this disciple. This is the prophet. ശമൂവേൽ ബാലനായി ദൈവത്തിന്റെ ആലയത്തിൽ വന്നു. അവൻ അവിടെ ജീവിച്ചു വളർന്ന് വാർദ്ധക്യം വരെയും തന്റെ ശുശ്രൂഷ കൃത്യതയോടെ ചെയ്തിരുന്നു. The lad Samuel came to the house of God. He grew up there until he reached old age. He went on doing the ministry of the Lord. അവൻ ഒരു പ്രവാചകനായി അറിയപ്പെട്ടു വരികിലും അവൻ വാർദ്ധക്യത്തിൽ ചേർന്നപ്പോൾ ജനങ്ങൾ അവനെ ഒരു ദൈവത്തെ പോലെയാണ് സ്വീകരിച്ചത്. Even though he was known as a prophet, as he was growing to his old age, and he was considered as a father. 1 ശമൂവേൽ 16:4 വാക്യത്തിൽ ശമൂവേല്, അതെ, ആ പട്ടണത്തിലേക്ക് ചെല്ലുന്നതായി നമ്മൾ കാണുന്നു. In 1 Samuel chapter 16, the 4th verse, we read Samuel goes to the gate of the city. ദാവീദിനെ കണ്ടെത്തി അഭിഷേകം ചെയ്യുവാനായി ചെല്ലുമ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാരെല്ലാവരും വന്ന് അവനെ എതിരേറ്റു. He goes there not to see this Daniel and anoint him. All the elders came there to receive him. അവിടെ വായിക്കുന്നവർ വിറച്ചും കൊണ്ട് എതിരേറ്റിയെന്നാണ്. We read that they were welcoming him, receiving him by tottering. അതെ, ഇത്രയും കാലങ്ങൾ വിശുദ്ധനായി, മാതൃകയുള്ളവനായി, കൃപയുള്ളവനായി,
ദൈവപുരുഷനായി ജീവിച്ച ആ മനുഷ്യനെ ദൈവത്തെ പോലെ ജനം കാണുവാനായിട്ട് തുടങ്ങി. This man who was leading his life as a man of God and full of godliness, a man who is exemplary to others, I consider him like unto God. പ്രിയരെ, പ്രായമാകുമ്പോൾ വാർദ്ധക്യത്തിൽ ചേരുമ്പോൾ മറ്റുള്ള നമ്മളെ ദൈവത്തെ പോലെ കാണുന്ന ഒരു നിലയിലായി തീരുവാൻ കഴിയും. Beloved ones, as we reach our old age, others can consider us like gods if we maintain that kind of life. 1 ശമൂവേൽ 28:13 In 1 Samuel chapter 28 verse 13, അവിടെ ഒരു വെളിച്ചപ്പാടത്തി പോലും അതേ ശമൂവേലിനെ കുറിച്ച് പറയുന്ന വാചകം, ഞാനൊരു ദേവനെ കാണുന്നു എന്നാണ് പറയുന്നത്. and there also even the soothsayer concerning this says, then I consider a god. ഒരു ദേവൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The word God is used. അതെ, ഒരു വാർദ്ധക്യത്തിൽ ചേർന്നവർക്ക് ദൈവത്തെ പോലെ ഒരു സ്ഥാനത്ത് ആദരിക്കപ്പെടാൻ കഴിയും. A person who reaches the old age, he'll be honored like unto God. നിങ്ങളെ കാണുന്നവര് ദൈവത്തെ കാണുന്നത് പോലെ, നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നത് പോലെയുള്ള അനുഭവത്തിലായി തീരുവാൻ കഴിയും. Those who behold you, and they must behold the experience of Christ, you can come to such an experience. സിഖ് സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു സുന്ദർ സിംഗ്. Sundar Singh was one who hailed from the Sikh community. താൻ താടിയും വളർത്തി, തലയിൽ ഒരു കെട്ടും കെട്ടി, അതേ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പോയി സുവിശേഷം അറിയിച്ചു. He grew up the beard, he put on the turban, he visited different states of India and abroad and spoke the gospel. താൻ ഒരിക്കൽ ശ്രീലങ്കയിൽ പോയതായ സമയത്ത്, On an occasion when he visited Sri Lanka, അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി താൻ സന്ദർശിച്ചു. he visited a university there. അപ്പോൾ അവിടെയുള്ള കുട്ടികളെല്ലാം വെളി വന്നിട്ട്, ഇതാ യേശു ക്രിസ്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കാണാനായിട്ട് ഓടിക്കൂടി. The students of the university came out and they said that Jesus has come here, and therefore they collected the not to see him. കാരണം ക്രിസ്തുവിനെ കുറിച്ച് കണ്ടിട്ടുള്ളതായ പടവും ഈ സുന്ദർ സിംഗിനും കൂടെ താരതമ്യം ചെയ്തപ്പോൾ ക്രിസ്തു തന്നെ വന്നു നിൽക്കുന്നു എന്നാണ് പറഞ്ഞു. ക്രിസ്തുവിനെ കാണാൻ വരണമെന്ന് പറഞ്ഞ് ഈ കോളേജ് കുട്ടികളെല്ലാം ഓടിക്കൂടിയെന്ന്. As they compared this physical figure and the picture of Lord Jesus Christ, and they say that and this man resembles Christ, therefore Christ himself has come here. പ്രിയരെ, ക്രിസ്തീയതയിൽ നമുക്ക് ദിവ്യ സ്വഭാവത്തിൽ ദൈവകൃപയിൽ വളർന്ന് ദൈവത്തെ പോലെ മറ്റുള്ളവരെ ആദരിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. Beloved ones, in the Christian life we can grow holding the nature, holding the holiness, holding the virtue of Christ, and we can come to a status wherein we will be esteemed by others. ബാല്യം മുതൽ വിശ്വാസ വീട്ടിൽ വളർന്ന എനിക്ക് അനവധി സഭകളിൽ മാറി മാറി താമസിപ്പാനും ആയിരക്കണക്കിന് കുടുംബങ്ങളെ പരിചയപ്പെടുവാനും ഇടയായിട്ടുണ്ട്. I who was brought up in our fellowship in our faith homes, I got many opportunities to visit different faith homes and interact with different experiences. അനേക സഭകളിൽ വാർദ്ധക്യത്തിൽ എത്തിച്ചേർന്ന അമ്മമാര്, അപ്പന്മാരെ, സഭയിലെ ജനങ്ങൾ ദൈവത്തെ പോലെ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. In many churches, the mothers, even elderly people who reach old age, were considered fathers and mothers in different congregations. അതുപോലെയാണ് ശുശ്രൂഷകളുടെ മധ്യത്തിലും. The same is true in the midst of the workers. ദൈവകൃപയിലും ദിവ്യ സ്വഭാവത്തിലും വളർന്ന അനേക ശുശ്രൂഷകരെ അവിടെ വാർദ്ധക്യത്തിൽ അടുത്ത തലമുറ ദൈവത്തെ കാണുന്നത് പോലെ കാണുന്നവരായി. Many workers who grew up in the godliness and the virtue of the Lord, the next generation considered them like unto parents. അവരാരും ജന്മനാ തന്നെ പൂർണ്ണരായി ജനിച്ചതുകൊണ്ടല്ല. And it is by means of the birth they were not perfect. അവരുടെ ബാല്യത്തിൽ യൗവനത്തിലൊക്കെ ബുദ്ധികേടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേക്കാം. Even during their younger days they might also come across these kinds of mischievous virtues. എന്നാൽ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോയപ്പോൾ അവർ ഒടുവിൽ ദൈവത്തെ ആൾ കാണുന്നത് പോലെ കാണത്തക്ക ആദരിക്കപ്പെട്ട സ്ഥാനത്ത് എത്തിച്ചേർന്നു. But as they had set correct these miscreant natures, and the latter days they came into a status wherein they were honored by like unto the Lord. ഇസ്രായേലിലെ തേരും തേരാളിയുമായുള്ളവേ, ഞങ്ങളുടെ എല്ലാറ്റും എല്ലാമേ എന്നുള്ളതായ പേരിന് യോഗ്യരായി തീരണമെങ്കിൽ തീർച്ചയായും നാം ഒരു പിതാവിനെ പോലെ ജീവിച്ച് ദൈവത്തെ പോലെ ആദരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. You ought to be worthy for the addressing the chariot and chariot of Israel. That means all in all to us, we have to maintain a life like unto the Lord. അടുത്തതായി സത്യത്തിനും വിശ്വാസത്തിനും നാം അവസാനത്തോളം നിലനിൽക്കണം എന്നതാണ്. Further, we have to stand fast until the very end in the faith and truth. ചിലരെ സംബന്ധിച്ച് ബാല്യത്തിലും യൗവനത്തിലും സത്യത്തിനും വിശ്വാസത്തിനും പോരാടിയാലും ഒരു പ്രായപരിധി കഴിയുമ്പോൾ പല കാര്യങ്ങളും അവർ തോറ്റുപോവുകയാണ്. With regard to some people during the prime of their life, they may be striving for the truth and the faith, but after they cross some other stage, they go away from this situation. നമ്മൾ ശലോമോനെ കുറിച്ച് വായിക്കുമ്പോൾ അവന്റെ യൗവനത്തിൽ അവൻ ദൈവത്തെ അന്വേഷിച്ചു. When we read about Solomon, in his youth he
sought the Lord. വാർദ്ധക്യം എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? But as he reached the old age, what happened to him? 1 രാജാക്കന്മാർ 11-ാം അധ്യായം 14 4-ാമത്തെ വാക്യത്തിൽ 1 Kings chapter 11 verse 4. ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു എന്നാണ്. When Solomon was old, his wives turned away his heart after other gods. അതെ, എത്ര ദുഃഖകരമായ വസ്തുത! What a sorrowful event this is. നന്നേ ചെറുപ്പത്തിൽ സിംഹാസനത്തിൽ ഇരുന്നവൻ, And he sat on the throne at the prime of his ഇസ്രായേൽ life. വലിയ മുഴു ഇസ്രായേലിന്റെയും ചക്രാധിപതിയായി തീർന്നവൻ. He was the one who became the emperor for the whole Israel. ലോകത്തിൽ ആർക്കുമില്ലാത്ത തരത്തിലുള്ളതായ മഹത്വവും ധനവും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവൻ. The man who got the glory, granted the wealth from the Lord that is incomparable in human history. അവന് മുൻപും പിൻപും ജീവിച്ചിരുന്നവരെക്കാൾ ദൈവത്തിന് ജ്ഞാനം പ്രാപിച്ചവൻ. He received wisdom from the Lord more than the people before and after. അവന്റെ പിതാവായ ദാവീദിന് പോലും കഴിയാത്ത നിലയിൽ യഹോവയ്ക്ക് വേണ്ടി മഹത്വമാർന്ന ആലയത്തെ പണിതവൻ. Even things that were impossible to his own father David, he constructed a temple for the Lord that is so glorious. 66 പുസ്തകങ്ങളടങ്ങിയ വേദപുസ്തകത്തിലെ 3 ഗ്രന്ഥങ്ങളുടെ കർത്താവായി തീർന്നവൻ. The Holy Bible comprises 66 books, of which he is the proud owner of 3 books. പക്ഷേ ഒടുവിൽ വാർദ്ധക്യത്തിൽ അവന്റെ ഹൃദയത്തിൽ ഏകാഗ്രത നഷ്ടപ്പെട്ടു. Finally, in the old age, he lost his concentration upon God. എന്തിനാ അവൻ വിശ്വസിച്ച ദൈവത്തിൽ നിന്ന് പോലും അവന്റെ ഹൃദയം അകന്ന് അന്യദേവന്മാരിലേക്ക് വശീകരിക്കപ്പെട്ടു. Even his heart turned away from the presence of God and just attracted towards strange gods. വാർദ്ധക്യത്തിൽ ഇങ്ങനെ പോയാൽ എങ്ങനെ ദൈവത്താൽ മനുഷ്യരാലും മാനിക്കപ്പെടുവാൻ കഴിയും? So if a man moves that kind of in the old age, how can he be honored by men? ആസ എന്ന രാജാവിനെ കുറിച്ച് നാം കാണുന്നു. We are able to read of another king named Asa. അവൻ എന്താണ് സംഭവിച്ചത്? What happened to him? അവൻ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിനായിട്ട് ചെയ്തു. He did many things for the sake of the Lord. പക്ഷേ ഒടുവിൽ വരെ അവൻ അതിനെ നിലനിർത്തുവാനായിട്ട് കഴിഞ്ഞില്ല. But he was not able to pursue everything till the fag end. ആസയെ കുറിച്ച് വായിക്കും. അവന്റെ വാഴ്ചയുടെ 39-ാമത്തെ ആണ്ടിൽ അവന്റെ കാലിന് ഒരു ദീനം പിടിച്ചുവെന്നാണ്. The 39th year of his reign, he was sick in his leg. ആ ദീനത്തിൽ അവൻ യഹോവയല്ല വൈദ്യന്മാരത്രേ അന്വേഷിച്ചത്. He said that problem he did not seek after the Lord. Instead he found asylum and physicians. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? Therefore what was the consequence? അവന് ഒടുവിൽ മാനിക്കപ്പെടാൻ കഴിയാതെ പോയി. Finally he was not able to be honored. അതെ, ദൈവത്താൽ മാനിക്കപ്പെടണമെങ്കിൽ അവസാനം വരെയും വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയണം. In order to be esteemed by the Lord, one must be able to stand firm in the faith till the very end. അവൻ 38 വർഷക്കാലത്തോളം ദൈവത്തോട് ഏകാഗ്രത നടന്നു. 39-ാമത്തെ വർഷത്തിൽ ഉണ്ടായ പരീക്ഷയിൽ തോറ്റുപോയി. For long 38 years he was walking with the Lord. He maintained the affinity with the Lord. But in the 39th year, in the trial that he encountered, he was fallen. വിശ്വാസത്തിൽ അന്ത്യം വരെയും നിലനിൽക്കുക. We have to stand firm in the faith till the very end. സത്യത്തിൽ അന്ത്യം വരെയും നിലനിൽക്കുക. In truth, we have to stand firm till the very end. ബാല്യത്തിൽ യൗവനത്തിലുള്ളതായ ദൈവഭക്തിയിൽ അവസാനം വരെയും നിലനിൽക്കുക. The last moment we have to stand fast in the godliness that we hold to the younger age. യൗവനത്തിൽ വെളിപ്പെട്ട് കിട്ടിയതായ ആ കൂട്ടായ്മയുടെ ബന്ധത്തിൽ അവസാനം വരെയും നിലനിൽക്കുക. The fellowship of the denomination that was revealed during the younger days, till our last days, we have to hold fast. അങ്ങനെ നിലനിൽക്കുമ്പോൾ ദൈവത്താൽ മനുഷ്യരാലും മാനിക്കപ്പെടുന്നവരായിട്ട് മാറും. If you are able to hold fast, we'll be able to be honored by God and men. പക്ഷേ അതൊരു നിസ്സാരമായ കാര്യമല്ല. It is not a simple affair. ശരീരത്തിന് ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, when the physique becomes emaciated, പക്ഷേ കാഴ്ച കുറയുമ്പോൾ, കേൾവി കുറയുമ്പോൾ, eyes become dim and ears become sand. അതെ, യൗവനത്തിലെ പോലെ ഓടി നടന്ന ആരാധനയിൽ ആത്മീയ കാര്യങ്ങൾ പങ്കെടുക്കുവാൻ ശരീരസ്ഥിതി അനുവദിക്കാതിരിക്കുമ്പോൾ, as in the case of younger days, you are not able to come briskly to the fellowships and take part of the meetings. വിശ്വാസത്തിൽ സത്യം നിലനിൽക്കണമെങ്കിൽ ദൈവം കൃപ ചെയ്തേ മതിയാകും. Not to stand firm in the faith and the truth, you need to have the grace of God. അതിനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. For the same purpose you have to be diligent. അതുകൊണ്ടാണ് 71-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ, therefore the 9th verse of Psalm 79, വാർദ്ധക്യം നരയുള്ള കാലത്തിന് ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. he makes the fervent prayer, when I come to the old age, when I become gray-headed, O Lord, do not deny me. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. During the old age, do not deny me. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയുമരുതേ. When the strength gets weakened, do not deny me. 18-ാമത്തെ വാക്യത്തിൽ, 18th verse, ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീരപ്രവൃത്തി അറിയിക്കുവോളം വാർദ്ധക്യം നരയുള്ള കാലത്തെ ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. O Lord, till I talk about the glory of the Lord to the next generation,
in my old age, do not deny me. അവസാനം വരെയും നിലനിൽക്കുന്നത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. We stand firm till the very end. It is not because of our might, it is because of the grace of God. അവസാനം വരെയും കരം പിടിക്കുവാൻ കഴിവുള്ള കർത്താവിന് കൃപയാണ് ഒരാൾ അന്ത്യത്തോളം നിലനിർത്തുന്നത്. It is the very grace of God that is able to hold fast him until the very end, that by which he survives. എത്ര ബലവന്മാരെന്നും വീരന്മാരെന്നും അറിയപ്പെട്ടിരുന്നവര് ഒടുവിൽ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ ദുർബലരായി കരുതിയിരുന്ന ആളുകൾ അവസാനത്തോളം വിശ്വാസം നിലനിന്ന് നല്ല അന്ത്യം പ്രാപിച്ചിട്ടുണ്ട്. Many people who were honored to be valiant and mighty, and during the fag days they became weak. On the contrary, people who are considered very weak and fragile, during the fag end they became mighty. നമ്മളെ അങ്ങനെ നടത്തുവാൻ ദൈവത്തിന് കഴിവുണ്ട്, അവനങ്ങ് നടത്തുമെന്ന് വാഗ്ദത്തവും തന്നിരിക്കുന്നു. The Lord is able to lead us so further. He has given us his promise for the same. യെശയ്യാ 46 അധ്യായം 4 വാക്യം. Isaiah 46 verse 4. And even to your old age I am he, and even to all hills will I carry you. I have made and I will bear, even I will carry and will deliver you. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. അതെ, വാർദ്ധക്യം വരെയും ഞാൻ നിങ്ങളെ ചുമക്കും. Till your old age I'll bear you. വാർദ്ധക്യം വരെയും ഞാൻ അനന്യനാണ്. Till your old age I'm unchanging. അതെ, ദൈവത്തിന്റെ വാഗ്ദത്തം ഒരു നാളും മാറുന്നില്ല. The Lord is not deviating from his promises. വാർദ്ധക്യ കാലത്ത് ഞാൻ ചുമക്കും എന്നാണ് The പറഞ്ഞിരിക്കുന്നത്. promise of God is I'll carry you during your old age. ഇതെന്താ വിശേഷിക്കപ്പെട്ടതായ ഒരു വാഗ്ദത്തം. What an excellent promise this is. ഒരു ചെറിയ ശിശുവായിരിക്കുമ്പോൾ അമ്മ എടുത്തു എന്ന് വരാം. When it is a small babe, the mother may carry. എന്നാൽ പ്രായമായി 10, 60, 70 വയസ്സാകുമ്പോൾ ആരാ എടുത്തു നടക്കുന്നത്? As a person grows old, 60 and 70, who will carry? ശിശുവായിരുന്നപ്പോൾ നിന്റെ അമ്മ നിന്നെ എടുക്കാം, വാർദ്ധക്യമാകുമ്പോൾ ഞാൻ നിന്നെ ചുമക്കുമെന്ന് ദൈവം പറയുന്നു. When you are an infant, your mother may carry, but as you reach old age, I will carry. ബാല്യത്തിൽ മാത്രമല്ല, യൗവനത്തിൽ മാത്രമല്ല, വാർദ്ധക്യത്തിലും നമ്മളെ മരണം വരെയും ചുമക്കുന്ന ഒരു ദൈവം, എത്ര വിശ്വസ്തനായ It is ദൈവം. not during the younger days, it is not only during the youthhood, even at the old age, the Lord promises he would bear us. Such a good God we have. ഈ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ നാം വിശ്വസിക്കുന്നിടത്തോളം, അവന്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നാം ഒരിക്കലും വീണുപോകേണ്ടി വരികയില്ല. അന്ത്യശ്വാസം വരെയും സത്യത്തിനും വിശ്വാസത്തിനും കൂട്ടായ്മ നിലനിൽക്കുവാൻ നമുക്ക് കഴിയും. As long as we believe on the very God who made such a promises, as long as we hold fast the promises of such a God, we will not fall down till the last minute. We'll be able to stand firm in the truth and the faith. നാം എല്ലാറ്റിനും എല്ലാം എന്ന പദവിയിലേക്ക് വരണമെങ്കിൽ, We not to come to the status of being all in all. നാം ഒരു നല്ല അന്ത്യവും നല്ലൊരു അടക്കവും പ്രാപിക്കണം. We have to find a good end and a good burial. കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ നാം അനേകരും മരണത്തെ അഭിമുഖീകരിച്ചേക്കാം. ഒരടക്കം നമുക്ക് വേണ്ടിയും നടത്തപ്പെട്ടേക്കാം. If the coming of the Lord is delayed, most of us might pass through the gate of death, and we may have to undergo this process of burial. എന്നാൽ നമ്മുടെ അവസാനം എങ്ങനെ ആയിരിക്കണമെന്ന് നാം തന്നെ തീരുമാനിക്കേണ്ടതാണ്. But we have to decide as to what should be our end. ഒരു കാരണവശാലും നമ്മുടെ അന്ത്യഭാഗം ദുഃഖത്തോടുകൂടി ആയിരിക്കണം. By no means our end should be sorrowful. ഉൽപ്പത്തി പുസ്തകം 42:38 വാക്യത്തിൽ Coming to the pages of Genesis chapter 42 verse 38, യാക്കോബ് തന്റെ മക്കളോട് പറയുകയാണ്, Jacob speaks to his children, നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കുമെന്ന്. and you will send my great hand to the abyss in agony. അല്ലെങ്കിൽ ഞാൻ മരിക്കുന്ന സമയത്തും ദുഃഖത്തോടുകൂടെ മരിക്കുമെന്ന് അതേ യാക്കോബ് ഭയപ്പെടുകയാണ്. In other words, he is apprehensive that at the time of his death he may have to pass away in total sadness. ദൈവത്തിന് സ്തോത്രം, അവൻ അങ്ങനെ മരിക്കേണ്ടി വന്നില്ല. Fortunate, praise be to the Lord, he did not have to meet with that kind അവന്റെ of death. പിതാക്കന്മാർ ദൈവം അവന്റെ ദുഃഖത്തെ മാറ്റി. So his God of his forefathers removed his agony. മരിച്ചുപോയി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന യോസേഫിനെ അവൻ കണ്ടുമുട്ടി. Even he thought that his son Joseph passed away, he got the opportunity to meet him again. സ്വന്തം മകന്റെ മാനിക്കപ്പെട്ട നിലയെ അവൻ കണ്ട് അത് അനുഭവിപ്പാൻ, നന്മ അനുഭവിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. He witnessed the most pompous and honorable position of his own son, and he was delighted that the Lord had given him such a privilege. ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ നിന്റെ മകനാ ജോസഫ് തന്നെ നിന്റെ കണ്ണ് അടയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ നടന്നു. As the Lord had promised unto him, your own son Joseph would bury, and accordingly took place. നമ്മുടെ അന്ത്യം ദുഃഖത്തോടുകൂടി ആയിരിക്കരുത്. Our end should not be filled with sorrow. നമ്മുടെ അന്ത്യം ദുഃഖത്തോടെ ആയിരിക്കും. നാം ഭയപ്പെടുന്നതായ കഷ്ടത്തിലൂടെ കടന്നുപോയാൽ തന്നെയും ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തും. Perhaps we may pass through sufferings in which we may think that my end would be sorrowful, but if you cling on to the Lord shall lead you hopefully. നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കുവാൻ ദൈവത്തിന് The കഴിയും. Lord is able to translate our failures into നമ്മുടെ victory. നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ ദൈവത്തിന് Our കഴിയും. Lord is able to transform
bitter losses into gain. ഇരുട്ടിനെ വെളിച്ചവും കയ്പിനെ മധുരമാക്കുവാൻ ദൈവത്തിന് Our കഴിയും. Lord is able to convert bitterness to sweetness and darkness to light. നമ്മുടെ അപമാനത്തെയും താഴ്ചയെയും ഉയർച്ചയും മാനമാക്കി മാറ്റുവാൻ ദൈവത്തിന് Our കഴിയും. Lord is able to translate dishonor to honor and the low estate into a position of honor. 1 രാജാക്കന്മാർ 2:6 വാക്യത്തിൽ Coming to 1 Kings chapter 2 verse 6. നരയെ സമാധാനത്തോടെ അയക്കുമെന്നാണ് വായിക്കുന്നത്. Read that the grey cat will be led in peace. അതെ, സമാധാനത്തോടുകൂടി ആയിരിക്കണം ഒരു മനുഷ്യന്റെ അവസാനം. A man should meet his end in peace. ഒരാൾ സമാധാനത്തോടെ മരിക്കണമെങ്കിൽ എന്താണ് ആവശ്യം? Not to find a peaceful end, what is the prerequisite? രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയും സമാധാനത്തോടെ മരിക്കയില്ല. An unsaved person shall never meet with a peaceful end. അതുകൊണ്ടാണ് വൃദ്ധനായ ശേഷവും വീണ്ടും ജനിക്കണം എന്ന് വായിക്കുന്നത്. We read, even after reaching the old age, he must be reborn. അതെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അവിടെ നിക്കോദെമോസ് കർത്താവിനോട് ചോദ്യം ചോദിക്കുകയാണ്. John's Gospel chapter 3, Nicodemus poses a question to the Lord. മനുഷ്യൻ വൃദ്ധനായ ശേഷവും പിന്നെ ജനിക്കുന്നത് എങ്ങനെയാണ്? After becoming old, how can a man be born again? യേശു പറഞ്ഞു, നീ ബാല്യക്കാരനായിരുന്നാലും യൗവനക്കാരനായിരുന്നാലും വൃദ്ധനായാലും ദൈവരാജ്യത്തിൽ പോകണമോ നീ വീണ്ടും ജനിച്ചിരിക്കണം. Jesus said that even though you are an infant or a young man, an old man, in order to go to the kingdom of God, he must be born again. വാർദ്ധക്യത്തിൽച്ചേരുന്നവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലയോ, ഇനിയെങ്കിലും വീണ്ടും ജനിക്കണം. Till reaching the old age, if a person has not been saved again, he must be reborn. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ കഴിഞ്ഞിട്ടില്ലയോ, ഇനിയെങ്കിലും ഈ പ്രായത്തിലെങ്കിലും പ്രമാണിക്കണം. If you are not able to follow the commandments of God thus far, hereafter at least you have to follow. കാലത്തിന് മുമ്പ് സ്നാനത്തിനായി ഒരു അപ്പൻ വന്നു, 95 വയസ്സ്. A few days ago, an old man came to take water baptism. His age was 95. താൻ മാർത്തോമാ സമുദായത്തിൽ ജീവിച്ചിരുന്നാണ്. ഇപ്പോൾ 95 വയസ്സിൽ മുടികൾ സ്നാനമേറ്റു. He was one who followed the order of Mathamite, but now at the age of 95 he took baptism. അപ്പോൾ പലരും ആശ്ചര്യമായി ചോദിച്ചു, ഈ പ്രായത്തിൽ എന്താണ് ഇങ്ങനെയൊക്കെ തോന്നിയെന്ന്. Surprisingly, many people asked, it is in this age, what sin to you so? അപ്പോൾ താൻ പറഞ്ഞത്, സത്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഇതനുസരിച്ച് ഇനി സമാധാനത്തോടെ മരിക്കണം. He replied that I was aware of the truth, and now only if you do not obey this truth, I could have the end അപ്പോൾ peacefully. വൃദ്ധനായ ശേഷം ആയാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ വീണ്ടും ജനിച്ച് കൽപ്പന അനുസരിച്ച് ആത്മശക്തി പ്രാപിച്ച് നമ്മൾ കടന്നു പോകുമ്പോഴാണ് സമാധാനത്തോടെ കടന്നു പോകാൻ കഴിയുന്നത്. Even after reaching the old age, if one has not been saved, he must be born again. If he has not obeyed water baptism, he must take the same. If he has not been filled with the Spirit of God, he must receive the same. Then only he can pass away in a peaceful manner. നാം ഈ ലോകത്ത് കടന്നു പോകുമ്പോൾ സമാധാനത്തോടെ പോകണമെങ്കിൽ വേറൊരു പ്രധാന കാര്യം ആവശ്യമാണ്. When we pass away from this world, in order to find a peaceful passage, another thing is important. ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഒന്നും ശേഷിക്കരുത്. There should be nothing that is remaining to confess and get sanctified. അനേകർ അന്ത്യസമയം ഭയാനകമായി തീരാൻ, ദയനീയമായി തീരാൻ കാരണം എന്താണ്? What is the reason that the fact and many people became panic stricken and തങ്ങളുടെ sorrowful? ജീവിതത്തിലെ രഹസ്യ പാപങ്ങൾ, There were secret sins in their lives. രഹസ്യ പാപങ്ങളെ വെച്ചുകൊണ്ട് മരിക്കുന്നവരാരും സമാധാനത്തോടെ മരിക്കയില്ല. The people who are holding secret sins and dying, and they will not die in peace. മനഃപൂർവ്വം അല്ലാതെയോ മനഃപൂർവ്വമായോ ചെയ്ത സകല തെറ്റുകളും ഏറ്റുപറഞ്ഞ ശുദ്ധീകരണം പ്രാപിച്ച് നല്ല മനസാക്ഷി ഉണ്ടെങ്കിലേ സമാധാനത്തോടെ കടന്നു പോകാൻ കഴിയൂ. Any sin that is committed, whether it is wittingly or unwittingly, if you make the confession, get sanctified, if you hold a good conscience, then only you can have a peaceful end. വേറൊരു കൂട്ടായ്മയിൽ നിന്ന് ഒരു വിശ്വാസി അടുത്ത കാലത്ത് നമ്മുടെ സഭയോട് ഐക്യപ്പെട്ടു. Recently, a believer from other denomination came to our fellowship. പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ നിന്ന് From other Pentecostal denominations. ചോദിച്ചപ്പോൾ താൻ പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. At inquiry, he replied shocking news. ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർക്ക് സ്ഥലമാറ്റം ഉണ്ടായി. The pastor of a church got transferred. ആ സ്ഥലമാറ്റം ഉണ്ടായ സമയത്ത് പോകുമ്പോൾ സാധനങ്ങൾ പാക്കപ്പ് ചെയ്യാൻ ചില വിശ്വാസികൾ ചെന്ന് സഹായിച്ചു. When he was transferred, in order to pack his belongings, some believers helped him. തന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളിൽ മന്ത്രവാദ ക്രിയകൾ പഠിക്കുന്ന പുസ്തകം വരെ ഉണ്ടായിരുന്നു. Or the books, copies of books that he had, there is a copy of the magic charm. കണ്ട വിശ്വാസികൾ ഞെട്ടിപ്പോയി. This believer was shocked at this. ഇത്രയും നാൾ ഞങ്ങൾ നടത്തിയൊരു വ്യക്തിയുടെ കയ്യിൽ ഇതും ഇരിക്കുന്നുണ്ടോ? A leader who led us so far, does he hold the copy of this one? അന്ന് ആ കൂട്ടായ്മ വിട്ടിട്ട് അവർക്ക് ഉൾബോധ്യമുണ്ടായി, ഈ കൂട്ടായ്മ വരണമെന്ന് ഇവിടെ വന്ന് ആരാധിച്ച് മുന്നേറി പോവുകയാണ്. Leaving that fellowship, he got enlightened. He came here. Now he is taking part in our fellowship. ഏതെങ്കിലും കാര്യങ്ങൾ രഹസ്യമായി അരുതാത്ത കാര്യങ്ങൾ വെച്ചിരുന്നാൽ നമ്മുടെ അവസാന സമാധാനമായിരിക്കുകയില്ല. If we pursue anything in secret that is untoward, our end shall not become peaceful. അതെ, എല്ലാ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ചാൽ നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം.
If we confess everything, forsake everything and get sanctified, we will have a peaceful passage. ബൈബിൾ അനേകരും വൃദ്ധരും കാലസമ്പൂർണനുമായി മരിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. In the Bible we understand many references given to people who became old and ended at the fag end. 2 ദിനവൃത്താന്തം 24:15 വാക്യത്തിൽ യഹോയാദ എന്ന പുരോഹിതൻ വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. In 2 Chronicles chapter 24 we are able to read of a priest that as he reached his old age he died. യോബും വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. Job also became old at the end of his age he died. ദാവീദും വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. David also became old at the end of his allowed years he died. അവരെല്ലാം കടന്നുപോയപ്പോൾ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു എന്നാണ്. As they died, they also joined their forefathers. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് എന്താണ് വായിക്കുന്നത്? Regarding Abraham, what do we read? ഉൽപ്പത്തി 25:8 Genesis 25:8. അബ്രഹാം മരിച്ചതിന് തന്റെ ജനത്തോട് ചേർന്നു. Abraham also died following his children. 35:29 And chapter 35 verse 29. ഇസ്ഹാക്ക് മരിച്ചതിന് ജനത്തോട് ചേർന്നു. Isaac also died and he also gathered unto his people. 49:33 In 49:33. യാക്കോബ് മരിച്ചതിന് ജനത്തോട് ചേർന്നു. Jacob died, gathered unto his people. ശ്രദ്ധിക്കുക, തന്റെ ജനത്തോട് ചേർന്നു. Note here, gathered unto his people. ആരാണ് നിന്റെ ജനം? And who is the set of people? നീ ആരെ പോലെ ജീവിച്ചുവോ അവരാണ് നിന്റെ ജനം. And who is your model? Who is your example? They are your people. നീ ഒരു വിശുദ്ധനായി ജീവിച്ചു മരിച്ചാൽ വിശുദ്ധന്മാരായി ജീവിച്ചു മരിച്ചവരുടെ ആത്മാക്കളോട് നിന്റെ ആത്മാവ് ചേരും. If you led a life of being a saint and your soul should join the people who passed away being saints. നമ്മുടെ ആത്മാവ് ആരോട് ചേരും അത് നമുക്ക് ഇവിടെ വെച്ച് തീരുമാനിക്കാൻ കഴിയും. It is in this world itself we can decide as to which set of people of ലോകത്തിൽ കടന്നുപോയി വിശുദ്ധന്മാരോട് എന്റെ ആത്മാവ് ചെന്നു ചേരുവാൻ ഇടയാക്കണമേ. Let's pray, oh Lord, my soul should join the saints who passed from this world being holy. വിശ്വസ്തരായി വിശ്വാസത്തിന് പോരാടി കടന്നുപോയി കർത്താവിനോട് ചേർന്ന അനേക ദൈവമക്കളോടുകൂടെ എന്റെ ആത്മാവ് ചേരുവാൻ ഇടവരുത്തണമേ. Oh Lord, give me an opportunity so that my soul may join the people who were saintly, people who were faithful in this world, who strove for the faith and join God. ചിലരെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് ഒരു വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. With regard to some people, the news of death creates great panic. എപ്പോഴാണ് മരിക്കേണ്ടത്? When should one die? ഏത് പ്രായത്തിലാണ് മരിക്കേണ്ടത്? At which age one should die? അടുത്ത കാലത്തും 47 വയസ്സിലൊരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ അനേകർക്ക് അത് വലിയ ഷോക്കായി. Recently at the age of 47, one man passed away. That became a shock to അയ്യോ, many. ഏറിയ വർഷം ജീവിച്ചിരിക്കേണ്ട വ്യക്തിയായിരുന്നല്ലോ. Actually, he should have survived for prolonged years. എന്നാൽ എപ്പോഴാണ് മരിക്കേണ്ടത്? മരിക്കുന്നതിന് പ്രായമില്ല. But there's no age limit for this death. എപ്പോഴാണ് മരിക്കുന്നത് ചോദിച്ചാൽ, When we ask the question, when should one die? യോവേൽ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ Coming to the book of Job, chapter 5, verse 26. അവിടെ നമ്മളൊരു വാഗ്ദത്ത വചനം കാണുകയാണ്. We are able to read a verse of promise. ഒന്ന് വായിക്കണം. Thou shalt come to thy grave in a full age, like as a shock of corn cometh in his season. തക്ക സമയത്ത് കറ്റക്കൊമ്പാൻ അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. അതെ, ഒരു വയല് കൊയ്ത് കറ്റയാക്കി അത് കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ തക്ക സമയത്ത് നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. As it is in the field, it is the corn is reaped and the sheaf has been bound and it is piled up the same way. As you reach the old age, you will die. അല്ലെങ്കിൽ പൂർണ്ണ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ അവിടെ വിവക്ഷിച്ചിരിക്കുന്നത് എന്താണ്? In other words, what's meant by full age? അതായത് ഒരു ഫലം അതിന്റെ പൂർണ്ണ നിലയിലായി തീരുക എന്ന അവസ്ഥയാണ്. That means a fruit reaches its ripened perfection. നമ്മൾ ആരെങ്കിലും ഒരു നെല്ല് അത് പൂത്തു വരുമ്പോൾ അത് കൊയ്തെടുക്കാറുണ്ടോ? And in the paddy field, as it becomes a blaze, do we reap it? അത് വളർന്ന പൂർണ്ണ ഫലമാകുന്ന സമയത്താണ് അത് കൊയ്തെടുക്കുന്നത്. But it becomes the corn, it is ripened, then only it is അല്ലെങ്കിൽ harvested. ആ ധാന്യത്തിന്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ അതിനെ ചേർത്തുകൊള്ളുകയും. In other words, the corn as it reaches it reaches the perfect fashion. 70 വയസ്സോ 60 വയസ്സോ അല്ല, ദൈവം നമ്മളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിന് ഏറ്റവും നല്ല ഫലം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ചേർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. It is not the age of 60 or 70. The Lord is willing to harvest us as by yielding perfect fruit unto the Lord. കർത്താവിനായി ഏറ്റവും പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, As we are shining brilliantly for the Lord. ചുരുക്കത്തിൽ ഈ ലോകം വിട്ട് ഒരാൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ എന്താണ് പറയേണ്ടത്? When a person passes away from this world, noticing this, what should others say? ഏതായാലും പോയത് നന്നായി, So it is good that he departed. കുറെ കാലം കൊണ്ട് യാതൊരു ഗുണവും മണവും ഇല്ലാതെ
കഴിഞ്ഞുകൂടുവായിരുന്നു. For the past few days, it was of no use by his life. അതല്ല പറയേണ്ടത്. That should not be the ഈ testimony. ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയണം? As one passes away from this world, what should be the testimony of others? എന്തോ ഒരു ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴിതെടുത്തല്ലോ. He was yielding perfect fruits, the Lord had taken now. എത്ര നന്നായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാ വിളക്ക് ഇവിടുന്ന് മാറ്റപ്പെട്ടല്ലോ. He was shining brilliantly, now that light is extinguished. എത്ര നല്ല സൗരഭ്യം ഈ പുഷ്പം കൊടുക്കുകയായിരുന്നു, അതങ്ങ് ഇരുത്തെടുത്തല്ലോ. This flower was giving aroma, now that is plucked out. പ്രായമല്ല പ്രധാനം, നാം ദൈവത്തിനായി ഏറ്റവും നന്നായി പ്രകാശിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകണം. It is not the age that matters, it matters that as we yield fruit perfectly to the Lord, we must pass away from this world. നമ്മളെ പൂർണ്ണ വാർദ്ധക്യത്തിലും കർത്താവിന് വേണ്ടി പ്രകാശിപ്പിക്കുവാനും പ്രയോജനമുള്ളവരായി തീർക്കുവാനും ദൈവത്തിന് കഴിയും. The Lord is able to make us shine and be fruitful even in the full age. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് മറ്റുള്ളവർ ഇസ്രായേൽ തേരും തേരാളിയുമായി ഉള്ളവേ എന്ന് വിളിക്കുന്നത്. As a person passes away in such a manner, others will look at him and say, Elisha, my chariot and chariot. എലീശായേ, നീ കടന്നു പോകുകയാണോ? Elisha, art thou going? നീ ഇപ്പോൾ ഞങ്ങളുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സാരഥിയാണല്ലോ. Now thou art the chariot who is leading our chariot. ഒരു വാഹനം ഡ്രൈവർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ജീവൻ പോകുന്നത് പോലെ ആണല്ലോ നിന്റെ കടന്നുപോക്ക്. It is like unto a driver who is driving the vehicle and your parting is. നീ ഞങ്ങൾക്ക് എല്ലാമായിരിക്കുമ്പോഴാണല്ലോ നീ കടന്നു പോകുന്നത്. As you are all in all to us, thou art parting. അതെ, നാം ഇങ്ങനെ ആയിരിക്കുമ്പോൾ, ദൈവത്തിനായി പ്രകാശിക്കുമ്പോൾ നാം എല്ലാം എന്ന നിലയിൽ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ കഴിയും. As we come to such a standard, as we are shining for the Lord, will be also become all in all and pass away from this world. അടുത്തതായി നാം ഫലം കായ്ക്കുന്നവരായിരിക്കണം. Further, we must be bearing fruit. 92-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ, Psalm 92, the 14th verse. അതിന്റെ 13-ാം വാക്യത്തിൽ യഹോവയാൽ നടുതലയായവർ പ്രാകാരങ്ങൾ തഴയ്ക്കും. 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 14 വായിക്കണം. They shall still bring forth fruit in old age. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. They shall bring forth the fruit in the old age. അതെ, വാർദ്ധക്യത്തിലായി തീർന്നെന്ന് കരുതി അത് ചുമ്മാ ഇരിക്കേണ്ട ഒരു കാലയളവല്ല. After reaching the old age, it should not remain idle. ഈ അടുത്ത സമയത്ത് പുതിയ ഒരു ഗവേഷണം നടന്നത്, ഇംഗ്ലണ്ടിൽ നടന്ന ഗവേഷണത്തിന്റെ ഫലം, Recently, ഒരാളുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് 40 വയസ്സിലാണെന്ന്. an investigation was done in England. It says that the real life of man starts at 40. 55 വയസ്സിൽ റിട്ടയർ ചെയ്താൽ കേവലം 15 വയസ്സേ ആയുള്ളൂ. If he gets retired at the age of 55, simply he put up 15 years. അല്ലെങ്കിൽ ഒരാൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഉപയോഗപ്പെടാനുള്ള പ്രായം 40-ലാണ് ആരംഭിക്കുന്നതാണ് പറയുന്നത്. That means at the age of 40, a person is capable enough to walk. ചിലർക്ക് 40-50 ആകുമ്പോഴേക്കും വയസ്സായി, കഴിവ് പോയി, ഇനി എന്നെ കൊള്ളൊന്നിനും കൊള്ളുകയില്ല എന്ന് സ്വയം പറഞ്ഞൊഴിയുകയാണ്. When some people after reaching 40 or 50, they say, I have become old, I'm so weak, I'm of no use hereafter. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായപ്പോൾ വയസ്സ് 81. When Morarji Desai became the Prime Minister of India, he was 81. 100 കോടി ജനങ്ങളെ ഭരിക്കുവാനായിട്ട് ആ പ്രായത്തിൽ ഒരാൾ ആക്കപ്പെടുന്നത് കൊച്ചുകാര്യമാണോ? Not to govern 100 crores of people, a person who was appointed in such an age, it was not an ordinary thing. മൈക്കലാഞ്ചലോ ഒരു ലോക പ്രശസ്തനായ ചിത്രകാരനായിരുന്നു. Michelangelo, a well-reputed painter. ലോകത്തിൽ തന്റെ രചനകളിൽ അനശ്വരമായ സൃഷ്ടികൾ നടന്നത് തനിക്ക് 89 വയസ്സുള്ളപ്പോഴാണ്. And his celebrated masterpieces took place when he was 89. യോശുവയ്ക്ക് ശേഷം ജനത്തെ നടത്തുവാൻ കനാനിലേക്കുള്ള ആ ജനത്തെ കൊണ്ടുപോയത് അവൻ 93-ാമത്തെ വയസ്സിലാണ്. After Moses, Joshua was leading the people at the age of 93 to lead the people to Canaan. ജനത്തെ നടത്തുവാൻ മോശ വിളിച്ചാക്കപ്പെടുന്നത് 80 വയസ്സിൽ. Moses was called appointed to lead the people at the age of 80. 40 വർഷം ജനത്തെ നടത്തി 120-ാമത്തെ വയസ്സിൽ കണ്ണുമങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെ അവൻ കടന്നുപോയി. 40 long years he led the people, and eyes did not become dim, and he passed away, took his inheritance. വാർദ്ധക്യം വെറുതെ ഇരിക്കേണ്ടതല്ല, ഫലം കായ്ക്കേണ്ട ഒരു സമയമാണത്. Old age is not necessary to be spent in total indolence, but you have to bear forth the fruit. ഫലം കായ്ക്കുമ്പോൾ നാം ഇസ്രായേലിലെ തേരും തേരാളി എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. As we bear forth the fruit, we come to a status wherein we'll be addressed, my chariot and chariot. പല നിലയിൽ ഫലം കായ്ക്കുവാൻ കഴിയും. In different angles, we'll be able to bear forth the fruit. എന്താണ് അന്ത്യകാല ലക്ഷണത്തെ കുറിച്ച് കാണുന്നത്? What are the signs of the last days? അന്ത്യകാലത്ത് സകല ജഡത്തിനു മേൽ ആത്മാവിനെ പകരും. In the last days, I'll pour out my spirit upon all flesh. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുമെന്ന്. Their old age shall have dreams. അപ്പൊ വാർദ്ധക്യ കാലം എന്ന് പറയുന്നത് നല്ല സ്വപ്നങ്ങൾ കാണേണ്ട ഒരു കാലമാണ്. Old age season, you must have sweet dreams. വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്ന ആരാ?
And who has authored the book of Revelation? യോഹന്നാൻ അപ്പോസ്തലൻ. John the Apostle. ഏറെക്കുറെ 90 അല്ലെങ്കിൽ 95 വയസ്സിനടുത്ത് പ്രായമുള്ളപ്പോഴാണ് ഈ ദർശനം കണ്ടെത്താൻ എഴുതിയിരിക്കുന്നത്. When he was around about 90 and 95, he had this vision and he wrote this book. ആർക്കിത് വിശ്വസിക്കാൻ കഴിയും? Who can believe this? യോഹന്നാൻ 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. And he authored 3 epistles. വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. He wrote even the book of Revelation. 90 വയസ്സിന് മേൽ പ്രായമുള്ളപ്പോഴാണ് അവൻ ഈ സ്വർഗ്ഗം തുറന്ന് ദർശനങ്ങൾ കാണുകയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി എഴുതി വെക്കുകയും ചെയ്തത്. After reaching his 90th age only, and he noticed that heaven opened, he had the vision and the message was communicated to the next generation. അതെ, വയസ്സായി പോയി ഇനി എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ അവൻ കിടന്നുറങ്ങിയെന്ന് വരികില്ല. അവൻ ഈ അനുഭവം പ്രാപിക്കാൻ കഴിയുമോ? And had he slept thinking that I'm an old man, I cannot do these things, could he have done this? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആശയമുള്ളവരെ ദൈവം ഏത് പ്രായത്തിലും ഉപയോഗിക്കും. The people who have the thirst to do something for the Lord, irrespective of the age, the Lord shall make use of them. എനിക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയുന്നുണ്ട്? What shall I do for the Lord? ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയുന്നുണ്ട്? What can I do for the church of God? അടുത്തൊരു തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ എനിക്ക് എങ്ങനെ സാധിക്കുന്നുണ്ടെന്ന് നാം സ്വയം ചിന്തിക്കണം. You ought to become a source of inspiration to the next generation. What is with me? That we have to think ourselves. നാം വാർദ്ധക്യത്തിൽ ചേർന്നാലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കണം. Even though we reach our old age, we must bear യൗവനത്തിലും fruit. ഫലം കായ്ച്ചുകൊണ്ടിരിക്കണം. In the youthhood, we must bear fruit. എന്തുകൊണ്ടാണ് നാം ഫലം കൊടുക്കേണ്ടത്? Why should we yield fruit? നമ്മുടെ സമയം വേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. That the time is fleeting away. ദിവസങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. Our days are spinning out. 90 സങ്കീർത്തനം 12 വാക്യത്തിൽ And Psalm 90, the 12th verse, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ നിങ്ങൾ ഉപദേശിക്കണമേ. teach us to count our days in order to find a wise heart. അല്ലെങ്കിൽ കർത്താവേ എനിക്കിനി എത്ര നാളുകളുണ്ട് എന്ന് നാം എണ്ണണമെന്നാണ് എഴുതിയിരിക്കുന്നു. In other words, we have to count as to, oh Lord, what are the remaining days of my life? അങ്ങനെ നാം എണ്ണുമ്പോഴാണ് നാം നിഷ്ക്രിയരായിരിക്കാതെ എന്റെ നാളുകൾ തീരും മുമ്പേ ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതായ ആശയം ഉണ്ടാകുകയുള്ളൂ. As we number our days, we will not become inert and inactive. Instead, we will have the inspiration to do something for others on the ground. My days are passing out. ബൈബിൾ പറയുന്നത് മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാൽ 80 സംവത്സരമെന്നാണ്. The Bible says that man's span is 70 at the max of 40. ഒരു ആയുസ് 75 സംവത്സരമായിട്ട് നമ്മൾ കൃത്യപ്പെടുത്തിയാൽ, And suppose we limit the lifespan 75 years, 27,375 ദിവസങ്ങളാണ് ഉള്ളത്. 27,377 days. അതിൽ ഒരാൾ 50 വയസ്സായി കഴിഞ്ഞാൽ, Suppose a person reaches 50 years, അതില് 9,125 ദിവസങ്ങളേ ഉള്ളൂ. 9,000 and something days remain. 55 ആയാൽ 7,300 ദിവസങ്ങളേ ബാക്കിയുള്ളൂ. After age 55, 7,000 and remaining days. 60 വയസ്സായാൽ 5,475 ദിവസമേ ബാക്കിയുള്ളൂ. 5,470 days remain after 60. 65 ആയവർക്ക് 3,650 ദിവസമേ ബാക്കിയുള്ളൂ. And after which we find only 6,000 or something. 70 വയസ്സായവർക്ക് ഈ കണക്കും പ്രകാരം 1,825 ദിവസമേ ബാക്കിയുള്ളൂ. After age 70, only 1,700 something remain. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരായി മാറുന്നത്. When we think so only, we will be enthusiastic to work. നമ്മുടെ നാളുകളെ നമ്മൾ എണ്ണണം. We must number our days. എനിക്ക് എത്ര നാൾ ഈ ഭൂമിയിൽ ലഭിക്കും? How many days ahead of me? ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തുവോ? Did I accomplish my responsibilities? ഒരു ആളുടെ ശവക്കല്ലറയിൽ ഇങ്ങനെ എഴുതിയിരുന്നു. It is in the grave of a person. This is an inscription. ഞാൻ പാടാൻ ജീവിതം ഒരു ഗാനമാണെന്ന് വരികിൽ, If life is a song, ഞാൻ പാടാൻ ആഗ്രഹിച്ച ഗാനം പാടാതെ കിടക്കുന്നു. the song that I wanted to sing is unsung. ഞാൻ എന്റെ ജീവിതമാകുന്ന വീണയുടെ കമ്പികൾ അയച്ചു മുറുക്കിയും എന്റെ സമയമെല്ലാം തീർത്തു കളഞ്ഞു. The strings of the harp of my life that I was just making tonight and spend whiled away my ഒരു time. വ്യക്തിയുടെ കല്ലറയിൽ എഴുതിയതായ വാചകമാണ്. This is a statement inscribed in the grave of a ഒരു person. നിരാശയുടെ വാക്ക്. It's a statement of frustration. പാടാൻ ആഗ്രഹിച്ച ഗാനം എനിക്ക് പാടി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. I wanted to sing a song but remains unsung. എന്റെ ജീവിതമാകുന്ന വീണയുടെ കമ്പി അയക്കി മുറുക്കിയൊക്കെ സമയം പോയതേ ഉള്ളൂ, പാടാൻ പറ്റിയില്ല. The harp of my life, I tightened the chords, but I was not able to apply. എന്റെ കേൾവിക്കാരായ പ്രിയ സഹോദരങ്ങളെ, Brother, my listeners, ദൈവം നീ ആലപിക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നീ ആലപിച്ചു തീർന്നിട്ടുണ്ടോ? have you sung the song that you wanted to sing? കുടുംബത്തിലും സഭയിലും നീ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ടോ? Have you accomplished the responsibilities in your family and the church? നിന്നെ കൊണ്ടും എന്നെ കൊണ്ടും ദൈവം ഉദ്ദേശിച്ചതായ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? But the Lord was able to perfect the work that the Lord aimed at doing by you and me. നമ്മുടെ നാളുകൾ വേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. Our days are vanishing away
quickly. നമുക്കത് പ്രയോജനപ്പെടുത്താം. Let us make use of them. നമുക്കത് ഫലം കായ്ക്കുന്നവരായി തീരാം. Let us be yielding fruits for the Lord. അതിൽ ഒരു കാര്യമാണ് സാക്ഷ്യം വഹിക്കുക എന്നത്. Among other things, one is bearing the testimony. നാം മറ്റുള്ളവരും ഒരു വാർദ്ധക്യത്തിൽ എത്തിച്ചേരുന്നവര് അടുത്ത തലമുറയോട് എപ്പോഴും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കണം. When a person reaches his old age, his life must be bearing testimony to others. എന്താണ് പറയേണ്ടതായ സാക്ഷ്യം? What should be the testimony you should advocate? അതെ, ദൈവത്തിൽ അനുഭവിച്ചതായ കാര്യങ്ങൾ, all the things that you experienced from the Lord, ദൈവം നടത്തിയതായ വഴിയിൽ നിന്ന് പഠിച്ചതായ പാഠങ്ങൾ, the lessons that you learned from the ways that the Lord led through, ഇതെല്ലാം അടുത്ത തലമുറയോട് പറയണം. you have to teach everything to the next generation. ചിലരുടെ വിലാപം എന്താണ്? And what is the wailing of some people? വയസ്സായവരുടെ ഉപദേശമൊന്നും ചെറുപ്പക്കാർക്ക് വേണ്ട. The youngsters are not in need of the counsels of the old people. അവർക്കിപ്പോ ചെറുപ്പക്കാരുടെ ഉപദേശമാണ് വേണ്ടുന്നത്. The youngsters are in need of the pieces of advice of the youngsters. ഇവരെക്കാര് പ്രാർത്ഥിക്കുന്നവരെ പുച്ഛിക്കാറുണ്ട്. Therefore, the youngsters normally reproach the older people. പക്ഷേ അതെല്ലാം ഒരു സ്വാഭാവികമായ പ്രക്രിയ It മാത്രമാണ്. is a natural phenomenon. അപ്പന്മാരെ കുറിച്ച് മക്കൾക്കുള്ള അഭിപ്രായത്തിന് 3 ഘട്ടങ്ങളുണ്ടെന്നാണ്. And children have got opinion regarding the parents. It has got 3 phases. ഒന്നാമത്തെ ഘട്ടം, The first phase, എന്റെ അപ്പനാണ് ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തി എന്ന് പറയുന്ന ഒരു ഘട്ടം. my father is the greatest man in the world. കൊച്ചു പിള്ളേരായിരിക്കുമ്പോഴാണ്. And we are small children. സ്കൂളിൽ പോയാൽ അങ്ങനെയും പറയും എന്റെ അപ്പനാണ് ഏറ്റവും വലിയ പുള്ളി എന്ന് പറഞ്ഞു. When they go to schools, they will say, my father is the greatest man. They will say one another. കൊച്ചു പ്രായത്തിൽ അതാണ്. During infancy, they would do. എന്നാൽ കൗമാരത്തിലേക്ക് യൗവനത്തിൽ എത്തിച്ചേർന്നാൽ, As they reach adolescence and youthhood, അപ്പനൊക്കെ ഒരു അഭിപ്രായവും മാറും. and the opinion differs. എന്റെ അപ്പനാണ് ഏറ്റവും വലിയ മടയൻ എന്ന് പറയാനായിട്ട് തുടങ്ങും. My father is the greatest of all. കാരണം എന്റെ അറിവിന്റെ അംശം പോലും പുള്ളിക്കാരനില്ല. Because he doesn't hold even the part of the wisdom I have. ഞാൻ പഠിച്ച അത്തരം പുള്ളി പഠിച്ചിട്ടില്ല. He has to learn what I have learned. പുള്ളിക്കാരൻ ഇന്റർനെറ്റും ഒന്നും അറിയാൻ വയ്യ. He doesn't know internet and other things. MCA ഒന്നും പഠിച്ചിട്ടില്ല. He hasn't mastered MCA. MBA ഒന്നും പോയിട്ടില്ല. He's gone for MBA. MTech ഒന്നും പോയിട്ടില്ല. He hasn't gone for പുള്ളി MTech. ഒരു മടയനാ. ഒന്ന് പഠിച്ച സമയത്ത് പഠിച്ചു എന്റെ ഒരു പകുതി അറിവ് പോലെ പുള്ളിക്കുള്ളൂ. He was writing, he didn't learn things. He has only half of the knowledge I have. അത് യൗവനത്തിന്റെ ഒരു ചാബല്യമാണ്. That is the temperament of the youth age. എന്നാൽ മൂന്നാമത്തെ ഒരു ഘട്ടമുണ്ട്, അത് മറക്കരുത്. There is a third phase. എന്റെ പിതാവ് ഇപ്രകാരം പറയുമായിരുന്നു. My father used to say. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെ വാക്കുകൾ ഓർക്കുന്ന ഒരു പ്രായമുണ്ട്. So there is a time they remember the statements full of wisdom of the father. അതെ, ഇപ്പോൾ നിങ്ങൾ പുച്ഛിക്കപ്പെട്ടാലും ഇപ്പോൾ അവർ വിലയേറ്റെടുത്തില്ലെങ്കിലും അവരുടെ ഒരു പ്രായത്തിൽ വരുമ്പോൾ അതെല്ലാം അവർ ഓർക്കും. Even though you are reproached now, despised now, as they reach one particular age, they will remember everything. എന്റെ പിതാവ് ഇങ്ങനെയൊക്കെയും പറയുമായിരുന്നവർ അനേകരോട് പറയും. They would say with many people, my father used to say so. എന്റെ പിതാവ് പറഞ്ഞതായ ഓരോ ജ്ഞാനത്തിന് വാക്കുകൾ മറ്റുള്ളവർ പങ്കിടുന്നവരായിട്ട് മാറും. So the statements of wisdom that the father would say, they would share with others. സാക്ഷ്യം പറയാൻ മടിക്കേണ്ടതില്ല. നിങ്ങളുടെ വാക്കുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വില കിട്ടും. Therefore do not be reluctant to share with testimony either today or tomorrow. Your words shall be esteemed. പാടുക, പ്രാർത്ഥിക്കുക, ഇതെല്ലാം വലിയൊരു ശുശ്രൂഷയാണ്. Sing and pray. These are valuable ministries. എന്റെ ജീവിതത്തിൽ പല ഗാനങ്ങളും ഞാൻ പുസ്തകത്തിൽ നോക്കി കാണാൻ പഠിച്ചതല്ല. In my life, most of the songs I did not learn from the text. എന്റെ പിതാവ് പാടുന്നത് കേട്ട് മനപ്പാഠം പഠിച്ചാണ്. I used to listen to my father and learned by heart. എത്രയോ പ്രത്യാശയുടെ ഗാനങ്ങൾ, ദൈവസ്നേഹത്തിന്റെ ഗാനങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ധ്യാനിച്ചു പാടി ആത്മാവ് നിറയുന്നത് കേട്ട് ഞാനതെല്ലാം മനപ്പാഠമാക്കി. Many songs of hope, many songs hopefully with the love of God. Early morning he would get up and sing. I would just listen to everything and learn to my heart. എന്റെ പിതാവ് മിക്കവാറും പാടി ദൈവസ്നേഹത്താ കണ്ണുനീരോ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഗാനമുണ്ട്. On many occasions my father used to sing a song, get filled with the divine love, and tears will roll down. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാർവിലണച്ചിടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. വീട്ടുകാർ നാട്ടുകാർ കൂട്ടമായി എന്റെ നിന്ന പരിഹാസം ചൊല്ലുമ്പോൾ ഓർത്തിടും ഞാൻ എന്റെ പ്രിയന്റെ ആ പുഞ്ചിരി തൂകിയ പൊന്മുഖം. ഈ പ്രത്യാശയുടെ ഗാനങ്ങൾ ഞാൻ ഒരു പുസ്തകത്തിൽ നോക്കി പഠിച്ചതല്ല, കേട്ടുപഠിച്ചതാണ്. These lines of hope I haven't learned from a text. Instead,
I hearkened and learned. പിതാക്കന്മാർ ക്രിസ്തീയ ഗാനങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ പാടണം. For fathers, you must sing songs of hope. പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിന്റെയും ഗാനങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്നത് പോലെയാണ്. Somehow you must draft the lines, the songs of love and hope for your children. ആ പ്രത്യാശയുടെ ഗാനങ്ങൾ അടികൾ അവരുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും പരിശോധനകളുള്ളവർക്ക് സഹായകമായിട്ട് മാറും. During the different vicissitudes life, sufferings, attempts, frustration, these stanzas would become a source of sustenance and inspiration for them. ഈ അനുഭവങ്ങൾ അവർക്ക് ജീവിത അനുഭവങ്ങളെ പ്രാർത്ഥനയിലൂടെയും ഗാനത്തിലൂടെയും സാക്ഷ്യത്തിലൂടെ നാം വിവരിച്ചു കൊടുക്കണം. They must become the rich translations of the practical sides of life. 44 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ The first verse of Psalm 44. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചെവിയോട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. And we read, O Lord, we have heard and we have known of the works that the forefathers have done in their own days. പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം ചെയ്തത് അവര് വിവരിച്ചു, ഞങ്ങൾ കേട്ടിരിക്കുന്നുവെന്ന്. What the Lord has done for the forefathers, they have told us and we have heard. ക്രിസ്ത്യ ജീവിതത്തെ അനുഭവങ്ങളെ അടുത്ത തലമുറയ്ക്ക് നാം വിവരിച്ചു കൊടുക്കണം. The experiences of Christian life should be distributed to the forthcoming ഏത് generation. പ്രായത്തിലും ചെയ്യാവുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് പ്രാർത്ഥന. So prayer is something that can be done for people of any age. ചിലപ്പോൾ ആരാധന സ്ഥലത്ത് പോകാൻ കഴിഞ്ഞില്ല എന്ന് വരാം. Sometimes you may not be able to pay visit to the worshiping എന്നാൽ അവരവരുടെ place. വീട്ടിൽ ഇരുന്നായാലും പ്രാർത്ഥിക്കാം. Remaining in the indoors, you can pray. കിടക്കയിലായ പോലും കിടക്കയിലും പ്രാർത്ഥിക്കാം. Even on your bed, you can pray. പ്രാർത്ഥന ഒരു വലിയ ശുശ്രൂഷയാണ്. This prayer is a great ministry. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു നഷ്ടം എന്താണ്? What is the greatest loss today? പ്രാർത്ഥനാ വീരന്മാരായ അനേക പിതാക്കന്മാരും മാതാക്കളും കടന്നുപോയി ആ സ്ഥാനം ഏറ്റെടുക്കുവാൻ ആളില്ലാതായി തീർന്നിരിക്കുന്നു. Many people who were warriors of faith once upon a time passed away, and that places are still vacant, and there's no one to take up that responsibility. അതേ കുടുംബമായി ജീവിക്കുന്നവർ നിങ്ങൾ ഇരുന്ന് നിങ്ങളുടെ മക്കൾ ചെറുമക്കൾ കേക്ക് അവരുടെ പേര് പറഞ്ഞ് അവരുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. People who are leading family life, you have to sit there for praying with the children, grandchildren. You have to spell loudly your needs and pray. മറ്റു ദൈവമക്കൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കണം. It is for the welfare of the people of God, for the needs and necessities. You have to intercede and pray. ഈ പ്രാർത്ഥന മുഴു ലോകത്തിന് വലിയൊരു അനുഗ്രഹമാണ്. So this blessing, this prayer is a blessing to the whole world. പ്രാർത്ഥന ഏത് പ്രായത്തിലും ചെയ്യാവുന്ന ശക്തിമത്തായ ഒരു So prayer ശുശ്രൂഷയാണ്. is a strong ministry that can be done by people of any age അങ്ങനെ group. പിതാക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു മാതൃക തലമുറയ്ക്ക് കിട്ടുകയും തലമുറയും പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറുകയും ചെയ്യുക. Thus, when the heads of the family make that prayer, and the next generation gets the leadership quality, and they also train up to the same. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കൺവെൻഷന് പോയി. I already mentioned this. I attended a ആ convention. കൺവെൻഷൻ നടക്കാതിരിക്കത്തക്കോണം വലിയ പോരാട്ടങ്ങളുണ്ട്. In order that the convention might not take place, there were great strivings. പലവിടുത്തെ ശുശ്രൂഷകൻ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. The leader of the church came and told ഈ me, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ എന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. when these problems came, my brother, he is also a pastor. എന്റെ ജ്യേഷ്ഠനെ ഞാൻ ഓർത്തു. I remembered my elder brother. അദ്ദേഹം വളരെ ഭാരമേറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ താൻ കട്ടിലിന്റെ താഴെ പായിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് പോരാടി പ്രാർത്ഥിക്കും. In the midst of tight circumstances, parching problems, he would alight from the cot. He would be on the floor, and he has gesticulated his own form, and he would pray so. ഞാനും ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്റെ ജ്യേഷ്ഠനെ ഞാൻ ഓർത്തു. ഞാൻ അതുപോലെ പായിട്ടിട്ട് ജ്യേഷ്ഠൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് ജയം തന്നു എന്ന്. When these problems engulfed me, I too followed the man of the prayer, my brother, and prayed, and the Lord commanded victory. പ്രിയ പിതാക്കന്മാരെ, നിങ്ങളെ ഓർത്തിരിക്കത്തക്കവണ്ണം നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യരായിരിക്കട്ടെ. Beloved fathers, in order to keep you as an icon, you must be the warriors of എന്റെ അപ്പൻ faith. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നെന്ന് അടുത്ത തലമുറ പറയാനും എന്റെ അപ്പൻ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു അനുകരിക്കത്തക്കവണ്ണം ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കട്ടെ. You must have an exemplary prayer model whereby your children should say that my father was praying, so therefore let me also imitate the same. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് മാത്രമല്ല പ്രാർത്ഥിക്കുന്നവർക്കും ഗുണം ചെയ്യുന്നത്. This prayer is not only beneficial to the people for whom we pray, but for the prayers. വാർദ്ധക്യത്തിൽ പൊതുവെ ഒറ്റപ്പെടലും സംസാരിക്കാൻ ആരുമില്ല, ഒരു സമയം ചെലവഴിപ്പാൻ ആരുമില്ല, കാര്യങ്ങൾ പങ്കിടാൻ ആരുമില്ലാത്തൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നേക്കാം. Further, old age is a period of isolation, solitude. You may not have companions and friends to talk and share മക്കളും ചെറുമക്കളെല്ലാം ദൂര സ്ഥലങ്ങളിലായി ഒറ്റയ്ക്കായി ആരുമില്ലാത്തൊരവസ്ഥ. Children, grandchildren, they are in far off places. You are alone. ആ ഒറ്റപ്പെടലിനെ ജയിക്കുന്നത് പ്രാർത്ഥനാനുഭവത്തിലൂടെ. It is by the experience of prayer you can overcome loneliness. പ്രാർത്ഥനയിൽ എന്താണ് ഉണ്ടാകുന്ന In അനുഭവം? prayer, what is the result? അതെ, നാം
കർത്താവിനോടുകൂടെ സഹവസിക്കുകയാണ്. And we are abiding with the Lord. കർത്താവിനോട് ഹൃദയം പകരുകയാണ്. We are sharing our heart with the കർത്താവുമായി Lord. നമ്മുടെ സംഭാഷണം ഏർപ്പെടുകയാണ്. We are communing with the Lord. രാവും പകലും നമുക്ക് ഒരു സ്നേഹിതനെ, ഉറ്റ സ്നേഹിതനെ കിട്ടുന്ന അനുഭവമാണ് പ്രാർത്ഥന. In prayer, they maintain the experience of holding a bosom friend with the Lord. ഞാൻ ഉദാഹരണം മുമ്പ് പറഞ്ഞിട്ടെങ്കിലും വിഷയത്തോട് ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടെ പറയുകയാണ്. Although I have cited an illustration, but now with regard to the subject, let me resubstantiate. ഉദ്യോഗക്കാരിയായ ഒരു ജവനക്കാരത്തി ഉണ്ടായിരുന്നു. A younger employed, അവളുടെ പിതാവ് വീട്ടിലുണ്ടായിരുന്നു. her father was at home. അവൾ ഭക്ഷണമെല്ലാം പിതാവിന് വെച്ചിട്ട് രാവിലെ ഉദ്യോഗത്തിനായിട്ട് പോകും. She would cook the food for the father and go for the work. വൈകിട്ട് വരും. She would come back in the എന്നാൽ ഈ evening. പകൽവേളയിലെല്ലാം ഈ പിതാവ് വളരെ ദുഃഖിതനായിട്ട് കഴിഞ്ഞു. Throughout the daytime, the father remained alone, sorrowful. മകൾ വരുന്നവരെയും ദുഃഖത്തോടെ നിരാശയോടിരിക്കും. ആരും എനിക്ക് കൂട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. Till the daughter comes back, he would be melancholic, thinking there's no help or friendship of me. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുവിശേഷകൻ ആ വീട്ടിൽ വന്നു. Meanwhile, some workers came to that ഈ family. പിതാവിനോട് സുവിശേഷം പറഞ്ഞു. They spoke about the gospel to this താൻ father. രക്ഷിക്കപ്പെട്ടു. He was saved. എന്നിട്ട് പറഞ്ഞു, കർത്താവ് രക്ഷകനാണ്, കർത്താവ് സ്നേഹിതനാണ് എന്ന് പറഞ്ഞു. To him it was said, God is the Savior, God is the best friend. പ്രാർത്ഥിക്കേണ്ട വിധം എന്താണെന്ന് പഠിപ്പിച്ചു. The manner of prayer was taught. ആ പിതാവിന് ഒരു പുതിയ അനുഭവമായിരുന്നു. So that it became a new experience to the father. താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. He started praying. തനിക്കൊരു നല്ല എന്തെങ്കിലും കിട്ടാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. So he started praying for a good end. ദൂരെയുള്ള മക്കൾക്ക് വേണ്ടി, ചെറുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ He തുടങ്ങി. started praying for the children and grandchildren who are far അയൽവാസികളുടെ പേര് away. പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് He തുടങ്ങി. started praying for the neighbors. ഇങ്ങനെ കർത്താവുമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സമയം പോകുന്നതേ അറിയുന്നില്ല. As he started praying in the Lord, he forgot the wailing away with the time. ജോലി കഴിഞ്ഞ് മകൾ എപ്പോൾ വരുമെന്ന് കാത്തിരിക്കുന്ന അനുഭവം മാറി മകൾ വന്നാൽ പോലും അറിയാത്ത നിലയിൽ പ്രാർത്ഥനയിൽ ജാഗരിക്കാൻ തുടങ്ങി. With the nature that waiting for the daughter after the work, now that is over, and now he always plunged into prayer. എപ്പോൾ അടുത്തിരിക്കാൻ ഒരു സ്നേഹിതനെ കിട്ടിയതുപോലെ. And he has an experience of a good friend now. മകൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ കർത്താവിനോട് സംഭാഷിക്കാൻ തുടങ്ങും. അതാണ് പ്രാർത്ഥന. When the daughter goes for the work, he starts talking with the Lord, that they come to a communion. താൻ ഒരു കാര്യം ചെയ്യുമായിരുന്നു. He would do one thing specifically. കട്ടിലിനോട് ചേർന്ന ഒരു കസേര ഇങ്ങനെ വലിച്ചിടും. And along with the cot, he would arrange a chair. എന്നിട്ട് കർത്താവ് ആ കസേര ഇരിക്കുന്നതായിട്ട് അങ്ങ് സങ്കല്പിക്കും. He would visualize that God is sitting in the chair. എന്നിട്ട് കർത്താവിനോട് അങ്ങ് സംഭാഷിക്കുവാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. Then he would converse and pray with the Lord. അങ്ങനെ കുറെ നാളുകൾ പോയി. Days passed by. ഒരിക്കൽ ഈ പിതാവിന്റെ ശരീരസ്ഥിതി വളരെ മോശമായി വന്നു. One day this father's physical condition was very poor. അതുപോലെ ഈ മകള് ജോലിക്ക് പോയി. As usual, the daughter went for work. ക്ഷീണമായതുകൊണ്ട് ഉച്ചയ്ക്ക് ഇടയ്ക്കൂടെ വന്ന് കാണാൻ തീരുമാനിച്ചു. As the father is very weak, she decided to come back to the noon time അങ്ങനെ to see the father. ഉച്ചയ്ക്ക് ഒരു 2 മണി സമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ At no roundabout by 2 o'clock, as she നോക്കുമ്പോൾ returned, പിതാവിന് ജീവൻ പോയിരിക്കുന്നു. the father already died. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? You know what is importance noticed there? പതിപോലെ കട്ടിലിനോട് അടുപ്പിച്ചിരിക്കുന്നതായ കസേരയിലേക്ക് തലയായിച്ചാണ് കിടക്കുന്നത്. As usual, the chair that was put aside in that cot, she leaned on his head. തലയണിലേക്കല്ല തലയായിച്ചിരിക്കുന്നത്, ആ കസേരയിലേക്ക്. It is not upon the pillow, but upon the chair. അഥവാ കർത്താവുമായി സംഭാഷിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവ് മടിയിലേക്ക് തലയായിച്ചതുപോലെ ജീവനെ വിട്ടു. In other words, living with the Lord, talking with the Lord, and leaning upon the breast of പ്രാർത്ഥന the Lord. മറ്റുള്ളവർക്ക് നിർമ്മിക്കുക മാത്രമല്ല, നാമും കർത്താവുമായ വലിയ ബന്ധത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് നമ്മൾ അന്വേഷിക്കുവാനും നോക്കുവാനും ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കായി തീരാതെ ഇരുന്ന ഒരു വിശേഷിക്കുന്ന അനുഭവത്തിലേക്ക് നാം കടന്നു വരികയാണ്. If we pray, that is beneficial and useful to others, not only the same, and we will not be in a state of solitude, that will be useful to us, and we will have a glorious end. ഇങ്ങനെ നാം ഫലം കായ്പാനായിട്ട് തുടങ്ങുമ്പോൾ Thus, as we start yielding fruit, നമ്മുടെ വില ചില്ലറയല്ല. our price is not ordinary. അതുകൊണ്ടാണ് രാജാവ് പറയുന്നത്, ഇസ്രായേലിലെ തേരും തേരാളിയുമായുള്ളവേ. That's why the king says, my chariot and the horse. ഇങ്ങനെ ഫലം കായ്ക്കുന്നവരുടെ വില എന്താണ്? What is the price of the people who yield this kind of fruit? ഒരിക്കൽ ഭൗതിക ശാസ്ത്രജ്ഞന്മാര് മനുഷ്യനൊരു വിലയിട്ടെന്ന്. I want to say this anthropologists made assessment of human value. ശരീരത്തുള്ളതായ രാസവസ്തുക്കൾ അവരെ വിലയിട്ടു. They just evaluated the chemicals in the body. അതിനെ ധാതുക്കളെ തരംതിരിച്ച് വിലയിട്ടെന്നാണ്. And they just dissected the ingredients of the body and evaluated. 25 പൈസയുടെ Potash for 25 paise. 1 രൂപയുടെ കൊഴുപ്പ്. And the fat for 1 rupees 20 പൈസയുടെ ഇരുമ്പ്. And iron for 25. 20 പൈസയുടെ ഗന്ധകം. And sulfur for 25. 25 പൈസയുടെ ചുണ്ണാമ്പ്. And lime for 25 paise. മഗ്നീഷ്യം 25 പൈസയുടെ. Magnesium for 25 paise. 3.5 രൂപയുടെ ഫോസ്ഫറസ്. Phosphorus for 3.5 rupees. ഇതാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. So this is what is constituent in human എല്ലാം body. കൂടെ ചേർത്താൽ ആകെ 6 രൂപ 40 പൈസ. Collectively 6 rupees and 40 paise. മനുഷ്യന് ഇത്രയും വിലയുള്ളോ? But the man's price is only this much.
രാജാവിനോട് ചോദിച്ചാട്ടെ എലീശയുടെ വില എന്താണെന്ന്. To the king you asked the question, what is the value of the price of this Elisha? 6 രൂപ 40 പൈസയല്ല, It is not 6 rupees 40 6,000 pounds, 6 ലക്ഷം 6 കോടിയുമല്ല. not even 6,000, 6 like 6 എന്റെ crores. പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരയാളുമേ, നീയാണ് ഞങ്ങളുടെ all in all. My father, oh my father, the chariot and chariot of Israel, the what all in all to us. പ്രിയരേ, നാം ഫലം കായ്ച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ വില 6 രൂപ 40 പൈസയല്ല. നമ്മുടെ മക്കളും നമ്മുടെ അനന്തര തലമുറയും ദൈവത്തിന്റെ സഭയും നമുക്ക് വിലമതിക്കാനാവാത്ത പദവി കൽപ്പിച്ചു തരും. Beloved ones, as we yield the fruit for the Lord, our value is not the 6 rupees 40 pice. The society, the congregation, the people of God, our own people on God, and they will consider our value invaluable. തേരും തരാളി എന്നുള്ള സമൂഹത്തിലേക്ക് വരണമെങ്കിൽ നാം ഫലം കൊടുക്കുന്നവരായി തീരണം. In order to come to the capacity of being the chariot and horseman, we must be yielding fruit. വാർദ്ധക്യത്തിൽ ഇങ്ങനെ തോന്നിയേക്കാം, In old age it may seem to എന്നെ us the കൊണ്ടെന്താണ് same. പ്രയോജനം? What is the use thereof by ഞാനൊരു me? ഒരു ഉടഞ്ഞ കുടം പോലെയാണല്ലോ. I am like a broken pitcher. എന്നാൽ അനന്തര തലമുറയുടെ ജീവിതത്തിൽ പുഷ്പങ്ങൾ വിരിയിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. But for the ensuing generation, he'll be able to blossom flowers. അതെ, ഒരു 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 കൊട്ടാരത്തിലേക്ക് വെള്ളം ചുമക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. There was a water carrier to a palace. കുന്തിന് പോലുള്ളതായ ആ കൊട്ടാരത്തിലേക്ക് താഴ്വരയിൽ നിന്ന് 2 കുടത്തിൽ 2 സൈഡിലും വെള്ളം ചുമന്നു കൊണ്ടുപോകും. The palace atop of the hill, he would carry waters in 2 pitchers from the valley. അതിൽ ഒരു കുടം അല്പം ഉടഞ്ഞതായിരുന്നു, അതിൽ വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കും. One pitcher was a broken one, and therefore water was leaking out. അവിടെ ചെല്ലും ഒരു കുടത്തിൽ നിറച്ച വെള്ളം കാണുമെങ്കിലും ഉടഞ്ഞ കുടത്തിൽ പകുതിയെ കാണത്തുള്ളൂ. As he would reach the palace, in the broken pitcher, only a limited water would be there, the other one full of water. സാങ്കല്പികമായ കഥ, ഈ കുടം ഒരിക്കൽ ഈ വെള്ളം കോരുന്ന ആളുകളോട് പറഞ്ഞു പോലും, എന്നെ കൊണ്ട് എന്താ പ്രയോജനം? This is a fictitious story in which it says then the broken pitcher told the other one, what is the use thereof with me? ഞാനൊരു ഉടഞ്ഞ കുടം മാത്രമല്ലേ, I'm a broken pitcher. ഒരു കുടം വെള്ളമെടുത്താൽ അവിടെ ചെല്ലുമ്പോൾ പകുതിയും പോയിരിക്കുമല്ലോ. If a pitcher full of water is taken, by the time it reaches the palace, half would be leaked out. വെള്ളം കോരുന്ന ആള് പറഞ്ഞു, The water carrier said, നിന്നെ കൊണ്ടുള്ള പ്രയോജനം ഞാനൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. I will show you the use because of you. പ്രാവശ്യം വെള്ളം കോരിക്കൊണ്ട് വരുമ്പോൾ The next time as he was drawing water, ഉടഞ്ഞ കുടം വെക്കുന്നതായി ഇടത് ഭാഗത്ത് നല്ല പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടു. the left hand side where the broken pitcher was moving on, you can find blossomed plants. ഈ ഉടഞ്ഞ കുടത്തിലെ വെള്ളം ലീക്കായി പോകുമ്പോൾ ഈ വെള്ളം കോരുന്ന ആളുകൾ മടയനല്ല, അത് അവിടെയുള്ള ചെടിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. As the waterman was carrying the pitchers of water, and he would hold the broken one to the sides of the plants, and therefore that was useful to them. ചുരുക്കത്തിൽ ഈ ഉടഞ്ഞ കുടത്തിൽ നിന്ന് ലീക്കായി പോകുന്ന വെള്ളം പ്രയോജനപ്പെടുത്തി അത് വീണതായ ആ ഒരു വശം മുഴുവനും പൂച്ചെടികൾ പൂത്ത മനോഹര പുഷ്പങ്ങളായി നിൽക്കുന്നത് കണ്ടു. In short, it is from the cracked vessel the water was used for the flowers on the way side, and they yielded beautiful flowers. എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു, ഈ ഉടഞ്ഞ കുടമായി നീ ഭാരപ്പെടേണ്ട, നീ ഉടഞ്ഞ കുടത്തിൽ നിന്ന് ചോരുന്ന വെള്ളത്താൽ ഉണ്ടായ ഈ പുഷ്പങ്ങളാണ് യജമാനന്റെ മേശയെ അലങ്കരിക്കുന്നത്. The water carrier said then, you need not be sorrowful, and because of the water from you that leaked out from you, and these plants yielded flowers, and they will adorn the very palace, the table of the king. വാർദ്ധക്യത്തിൽ ചേരുന്ന വ്യക്തി ഉടഞ്ഞ കുടം പോലെയല്ല, അവർ അനന്തര തലമുറയിൽ പുഷ്പങ്ങൾ വിരിയിക്കുവാനുള്ള പ്രായമാണ്. The man who reaches old age, he is not like a broken picture. Instead, he is the one who is generating blossoms to the next generation. ഒടുവിൽ അവർ തന്നെയും ഒരു മനോഹര പുഷ്പമായി യജമാനന്റെ കൊട്ടാരത്തിലേക്ക് മാറ്റപ്പെടും. Finally, they themselves are converted to be beautiful blossoms and taken to the table of the palace. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Let us close our eyes. നമുക്ക് ഇസ്രായേലിനെ തേരും തരാളി എന്ന നിലയിലേക്ക് വളർന്നെത്തുവാൻ കഴിയും. We can also grow and come to the status of being the chariot and horse. നമ്മുടെ ബാല്യത്തിലെ പോലെ യൗവനവും ഇവനെന്തൊക്കെ വിശേഷിക്കപ്പെടുന്ന നിലയിൽ വാർദ്ധക്യമാക്കി തീർക്കുവാൻ കൃപയാൽ കഴിയും. By the grace of God, we can make our youthhood and childhood like old age. അതേ, നമുക്ക് ആത്മീയ യൗവനം സൂക്ഷിക്കാം. Let us preserve our youthhood in our spiritual നമ്മുടെ കടമകളെ നിറവേറ്റുന്നവരായി തീരാം. Let us be the set of people fulfilling our മാതൃകാ responsibilities. ജീവിതം തയ്ക്കാം. Let us maintain a life of exemplary. അതേ, ആ നമ്മുടെ നരയെ കുറിച്ച് നാം ലജ്ജിക്കാതെ നല്ലൊരു പിതാവായി ജീവിക്കുവാൻ തീരുമാനിക്കുക. Let us not be ashamed of our gray hair. Instead, let us try to become a good father. സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവതുല്യരായി ആദരിക്കപ്പെടുന്ന പദവിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്നത് മറന്നു കളയരുത്. Let us not forget the fact that
by means of works and by means of character, we can become like unto your Father. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുമെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ മാനിക്കും. If we yield fruit during the old age, assuredly the Lord shall honor us. അടുത്ത തലമുറയോടുള്ള ദൗത്യം പൂർത്തീകരിച്ച് കർത്താവിന് ചേർക്കപ്പെടുവാൻ നമുക്ക് ഒരുങ്ങാം. We can accomplish the obligation to the next generation. Let's be perfect to be taken up at the coming of the Lord. രാജാവ് നിലവിളിച്ചതുപോലെ അനേകർ നമ്മളെ കുറിച്ച് നമ്മുടെ ജീവകാലത്തിന് ശേഷവും നല്ല സാക്ഷ്യം പറയുവാനിടയായി തീരട്ടെ. As the king saluted, addressed, let many others look at us and give good testimony regarding our എന്റെ life. പിതാവേ ഇസ്രായേലിലെ തേരും തേരാളിയുമേ എന്ന് വിളിക്കത്തക്കവണ്ണം ഒരു പദവിയിലേക്ക് വളരുവാൻ ദൈവത്തിന്റെ കൃപയാൽ നമുക്കിടയായി തീരട്ടെ. By the grace of God, let us also be able to put up a life in which let us come to a status whereby others may address us, my father, the chariot and horsemen of Israel. ദൈവമേ നിന്നാലയത്തിങ്കൽ ഞാനും തഴച്ച ഒലിവ വൃക്ഷമാകുന്നു. ദൈവമേ നിന്നാലയത്തിങ്കൽ ഞാനും തഴച്ച ഒലിവ വൃക്ഷമാകുന്നു. മേൽക്കുമേൽ കൃപകളെന്നും പ്രാപിച്ചു നിൽക്കുന്നാഥ നിൻ സന്നിധിയിൽ. ആമേൻ. ഹല്ലേലൂയ. കൃപകളെന്നും പ്രാപിച്ചു നിൽക്കുന്നാഥ നിൻ സന്നിധിയിൽ. എന്നായുഷ്കാലമൊക്കെയും യേശുവേ ഞാൻ നിന്നെ വാഴ്ത്തുവേ. ഹല്ലേലൂയ. എന്നായുഷ്കാലമൊക്കെയും യേശുവേ ഞാൻ നിന്നെ വാഴ്ത്തുവേ. ആമേൻ. സ്തോത്രസ്തുതി മാത്രമല്ല ഹല്ലേലൂയ. ഹല്ലേലൂയ. കൃപ 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 കൃപ. ഹല്ലേലൂയ. ദൈവമേ നിന്നാലയത്തിങ്കൽ ഞാനും തഴച്ച ഒരു വൃക്ഷമാകുന്നു. ഹല്ലേലൂയ. ദൈവമേ നിന്നാലയത്തിങ്കൽ ഞാനും തഴച്ച ഒരു വൃക്ഷമാകുന്നു. മേൽക്കുമേൽ കൃപകളെന്നും പ്രാപിച്ചു നിൽക്കുന്നാഥ നിൻ സന്നിധിയിൽ. കൃപ 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 കൃപ. കൃപകളെന്നും ഹല്ലേലൂയ. പ്രാപിച്ചു ഓ നിൽക്കുന്നാഥ നിൻ തഴച്ച ഒരു വൃക്ഷം സന്നിധിയിൽ. പോലെ ആക്കി തീർക്കണമേ. ദൈവമേ നിന്നാലയത്തിൽ